എടാ മക്കളെ, സമയം എത്രയായി? രാത്രിയുടെ ആ ഒരു നിശബ്ദതയിലേക്ക് നമ്മൾ വീണു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യ്. കണ്ണ് പാതി അടച്ച് ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ കാണാൻ ശ്രമിച്ചേ. നമ്മുടെ ഈ കൊച്ചു കേരളം വിട്ട് മനസ്സുകൊണ്ട് നമ്മൾ ഒരിടം വരെ പോകുകയാണ്. വർഷം 1839. നമ്മുടെ നാട്ടിൽ സ്വാതി തിരുനാളൊക്കെ ഭരിക്കുന്ന കാലം. പക്ഷെ നമ്മൾ പോകുന്നത് അങ്ങോട്ടല്ല. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപുകളിലൊന്നായ ബോർണിയോയിലേക്കാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ വയനാടോ ഇടുക്കിയോ ഒക്കെ പോലെയുള്ള കാട്. പക്ഷെ അത് വെറുമൊരു കാടല്ല. ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, ചതുപ്പുനിലങ്ങൾ, സൂര്യപ്രകാശം പോലും മണ്ണിൽ വീഴാൻ മടിക്കുന്നത്ര ഇടതൂർന്ന വനം. നമ്മുടെ നാട്ടിലെ ഇടവപ്പാതി മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ ഒരു നനവും വിയർപ്പ് പൊടിയുന്ന ചൂടുമില്ലേ, അതേ കാലാവസ്ഥയാണ് അവിടെയും. അവിടേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഈ കഥ നമ്മൾ കാണുന്നത് അവാങ് എന്ന ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെയാണ്. അവാങ് വലിയ പണക്കാരനോ പോരാളിയോ ഒന്നുമല്ല. സരവാക് പുഴയുടെ തീരത്ത് വെള്ളത്തിനു മുകളിൽ കുറ്റികൾ നാട്ടിക്കെട്ടിയുണ്ടാക്കിയ ഒരു ചെറിയ കൂരയിൽ താമസിക്കുന്ന ഒരു മീൻപിടുത്തക്കാരൻ. നമ്മുടെ കുട്ടനാട്ടിലും മറ്റും പണ്ട് കായലിനോട് ചേർന്ന് വീടുകളിരിക്കുന്നത് പോലെ. അന്ന് ആഗസ്റ്റ് മാസത്തിലെ ഒരു വൈകുന്നേരമായിരുന്നു. അവാങ് തൻ്റെ ചെറിയ വള്ളത്തിൽ വലയൊക്കെ ഒതുക്കി കരയിലേക്ക് വരികയാണ്. പക്ഷെ അവൻ്റെ മുഖത്ത് സന്തോഷമില്ല. ആകെ പേടിയും ആശങ്കയുമാണ്. കാരണം ആ നാടന്ന് സമാധാനത്തിലല്ലായിരുന്നു. സറാവാക് അന്ന് ബ്രൂണൈ സുൽത്താൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. പക്ഷെ അവിടെ ആകെ ലഹളയാണ്. അവിടുത്തെ ഗവർണറായിരുന്ന മക്കോട്ട എന്ന ക്രൂരനായ ഭരണാധികാരിക്കെതിരെ നാട്ടുകാരും കാട്ടിലെ ഗോത്രവർഗക്കാരും ചേർന്ന് യുദ്ധം ചെയ്യുന്ന സമയം. ഇന്നത്തെ ദിവസം കൂടി ജീവനോടെ കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ട് അവാങ് വള്ളം കെട്ടിയിടുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ദൂരെ കടലിൻ്റെയും പുഴയുടെയും സംഗമസ്ഥാനത്ത് നിന്ന് ഒരു വലിയ രൂപം ഒഴുകി വരുന്നു. അതൊരു കപ്പലായിരുന്നു. പക്ഷേ അവാങ് അതുവരെ കണ്ടിട്ടുള്ള കപ്പലുകളിൽ നിന്ന് അത് വ്യത്യസ്തമായിരുന്നു. അറബികൾ കൊണ്ടുവരുന്ന ഉരുക്കളോ ചൈനക്കാരുടെ ജങ്കുകളോ ഒന്നുമല്ല. ഇതൊരു ഇംഗ്ലീഷ് കപ്പലാണ്, ദ റോയലിസ്റ്റ്. 142 ടൺ ഭാരമുള്ള 6 പീരങ്കികളുള്ള സായുധരായ ഭടന്മാരുള്ള ഒരു യുദ്ധക്കപ്പൽ, ആംഡ് സ്കൂണർ. നമ്മുടെ നാട്ടിലെ കവലയിലൂടെ പണ്ട് ആദ്യമായിട്ട് ഒരു വലിയ ആന വരുന്നത് കണ്ടാൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു അത്ഭുതമില്ലേ? അതേ അത്ഭുതത്തോടെയും അതിലേറെ പേടിയോടെയും അവാങ്ങും കൂട്ടരും ആ കാഴ്ച നോക്കി നിന്നു. ആ കപ്പലിൻ്റെ വെളുത്ത വലിയ പായകൾ കാറ്റിൽ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ ഏതോ ഭീമൻ കൊക്ക് ചിറകു വിരിച്ചു വരുന്നത് പോലെ തോന്നും. അതിൻ്റെ പായമരത്തിൽ ബ്രിട്ടീഷ് പതാക പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. അവാങ്ങിൻ്റെ ഉള്ളൊന്ന് കാളി. ഇതാരായി വരുന്നത്? സുൽത്താൻ്റെ പട്ടാളത്തെ സഹായിക്കാൻ വന്നതാണോ? അതോ ഞങ്ങളെ കൊള്ളയടിക്കാൻ വന്ന വല്ല കടൽ കൊള്ളക്കാരുമാണോ? കാരണം അക്കാലത്ത് ആ കടലുകളിൽ ഇല്ലാനൂൻ എന്നു പറയുന്ന കടൽ കൊള്ളക്കാരുടെ ശല്യം രൂക്ഷമായിരുന്നു. കപ്പൽ മെല്ലെ അടുത്തു വന്നു. നങ്കൂരമിടുന്ന ശബ്ദം ആ വൈകുന്നേരത്തെ നിശബ്ദതയിൽ വലിയൊരു ഇടിമുഴക്കം പോലെ കേട്ടു. അവാങ് സൂക്ഷിച്ചു നോക്കി. കപ്പലിൻ്റെ മുകളിൽ കയ്യിലൊരു ബൈനോക്കുലറും പിടിച്ച് എല്ലാം വീക്ഷിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നു. ഒരു വെളുത്ത മനുഷ്യൻ. അയാളുടെ പേരായിരുന്നു ജെയിംസ് ബ്രൂക്ക്. ആ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം അയാൾ വെറുമൊരു കച്ചവടക്കാരനല്ല എന്ന്. നല്ല ഉയരമുള്ള, ഒത്ത ശരീരമുള്ള, കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുള്ള മനുഷ്യൻ. ഇംഗ്ലണ്ടിലെ വലിയൊരു പണക്കാരൻ്റെ മകനായിരുന്നു ജെയിംസ് ബ്രൂക്ക്. അച്ഛൻ മരിച്ചപ്പോൾ കിട്ടിയ ലക്ഷക്കണക്കിന് രൂപ, അന്നത്തെ 30,000 പൗണ്ട് മുടക്കി സ്വന്തമായി ഈ കപ്പലും വാങ്ങി ലോകം ചുറ്റാൻ ഇറങ്ങിയതാണ് കക്ഷി. നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ ബുള്ളറ്റുമെടുത്ത് ലഡാക്കിലേക്ക് പോകുന്നത് പോലെയൊരു ട്രിപ്പ്. പക്ഷേ ഇത് കുറച്ചുകൂടെ വലിയ കളിയാണെന്ന് മാത്രം. ബ്രൂക്ക് ആ കപ്പലിൻ്റെ തട്ടിൽ നിന്ന് സരവാക്കിൻ്റെ കരയിലേക്ക് നോക്കുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തായിരുന്നിരിക്കാം? ചരിത്രരേഖകൾ പറയുന്നത് അയാൾ അവിടെ വന്നത് വെറുതെ ഒന്ന് കാണാനും അവിടുത്തെ ഭരണാധികാരിയായ രാജാ മുദാ ഹാഷിമിനെ കണ്ടു പരിചയപ്പെടാനും മാത്രമായിരുന്നു എന്നാണ്. അല്ലാതെ രാജാവാകാനോ നാടുപിടിക്കാനോ ഉള്ള പ്ലാനൊന്നും അന്ന് പുള്ളിയുടെ മനസ്സിലില്ല. പക്ഷെ വിധിയെന്ന് പറയുന്നത് വിചിത്രമാണല്ലോ. അന്ന് രാത്രി അവാങ്ങിന് ഉറക്കം വന്നില്ല. പുഴയിൽ കിടക്കുന്ന വെള്ളക്കപ്പലിലെ വെളിച്ചം അവൻ്റെ കുടിലിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു.
അവൻ ഭാര്യയോട് പറഞ്ഞു, എടീ, ആ കപ്പലിലുള്ള സായിപ്പ് വെറുതെ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കണ്ണുകളിൽ എന്തോ ഒന്നുണ്ട്. നമ്മുടെ ഈ പുഴ ഇനി പഴയതുപോലെ ഒഴുകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ അവാങ് ഭയന്നത് വെറുതെയായിരുന്നില്ല. ആ കപ്പലിൽ വന്നിറങ്ങിയ ജെയിംസ് ബ്രൂക്ക് വെറും 2 വർഷം കൊണ്ട് ആ നാടിന്റെ തലവര മാറ്റിയെഴുതാൻ പോകുകയായിരുന്നു. നൂറ്റാണ്ടുകളായി അവിടെ ഭരിച്ചിരുന്ന സുൽത്താൻമാരെയും തലകൊയ്യുന്ന ശീലമുള്ള ഭയങ്കരന്മാരായ ഗോത്രങ്ങളെയുമെല്ലാം തന്റെ വരുതിയിലാക്കാൻ പോകുകയാണ്. അന്ന് രാത്രിയിലെ കാറ്റിന് വല്ലാത്തൊരു മൂളലായിരുന്നു. നമ്മുടെ നാട്ടിൽ വലിയൊരു കൊടുങ്കാറ്റ് വരുന്നതിനു മുൻപ് പ്രകൃതി കാണിക്കുന്ന ഒരുതരം നിശബ്ദതയില്ലേ? അതേ നിശബ്ദത സരവാക് പുഴയുടെ തീരത്തും തളം കെട്ടിനിന്നു. നാളെ നേരം വെളുക്കുമ്പോൾ ആ വെള്ളക്കാരൻ കരയിലിറങ്ങും. അയാൾ ആരെയാണ് കാണാൻ പോകുന്നത്? സുൽത്താന്റെ പ്രതിനിധിയായ മുദാ ഹാഷിമിനെയോ അതോ കാട്ടിലെ വിമതരായ പോരാളികളെയോ? ഈ ഒരൊറ്റ കൂടിക്കാഴ്ച മതിയായിരുന്നു ചരിത്രം മാറാൻ. നമ്മുടെ അവാങ് ആ ചരിത്രത്തിന്റെ സാക്ഷിയാകാൻ പോകുകയാണ്. ഒരുപക്ഷെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് രക്തരൂക്ഷിതമായ ഒരു യുദ്ധമായിരിക്കില്ല, മറിച്ച് അതിലും മൂർച്ചയുള്ള വാക്കുകളുടെയും തന്ത്രങ്ങളുടെയും കളിയായിരിക്കും. ആലോചിച്ചു നോക്കൂ, ഒരു തോക്ക് പോലും എടുക്കാതെ വെറും സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഒരു നാട് മുഴുവൻ സ്വന്തമാക്കാൻ കഴിയുമോ? ജെയിംസ് ബ്രൂക്കിന് അതിന് കഴിയുമായിരുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ഇപ്പോ സമയം ഒരുപാടായി കാണുമല്ലേ? ഈ പറഞ്ഞ ആ കാടും പുഴയും ആ കപ്പലും മനസ്സിൽ വെച്ചുകൊണ്ട് കിടന്നോളൂ. ഇതൊരു തുടക്കം മാത്രമാണ്. അവാങ്ങിന്റെയും ജെയിംസ് ബ്രൂക്കിന്റെയും ജീവിതം ഇനിയാണ് കലങ്ങാൻ പോകുന്നത്. ഈ കഥ ഇവിടെ നിൽക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തേ, നിങ്ങളിപ്പോൾ സമയം എത്രയായെന്നും ഏത് സ്ഥലത്തു നിന്നാണ് ഈ ചരിത്രം വായിക്കുന്നതെന്നും താഴെയൊന്ന് കോമന്റ് ചെയ്യാമോ? അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. നമ്മൾ പലയിടത്താണെങ്കിലും ഈ കഥയിലൂടെ ഒന്നാണല്ലോ. പിറ്റേന്ന് നേരം വെളുത്തത് പതിവിലും ശാന്തമായിട്ടായിരുന്നു. സരവാക്ക് പുഴയുടെ മുകളിൽ കിടന്നിരുന്ന കോടമഞ്ഞ് സാവധാനം മാറിത്തുടങ്ങി. ആ മഞ്ഞിന്റെ മറ നീങ്ങി വന്നത് റോയലിസ്റ്റ് എന്ന ആ വലിയ കപ്പലിന്റെ വ്യക്തമായ രൂപമാണ്. അവാങ് നേരത്തെ തന്നെ പുഴക്കരയിലെത്തിയിരുന്നു. അവൻ മാത്രമല്ല, ആ ഗ്രാമത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളുമെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിന് ആന വരുന്നത് കാണാൻ ആളുകൾ കൂടുന്നതുപോലെ ഒരു തിക്കും തിരക്കും. കപ്പലിന്റെ വശങ്ങളിൽ നിന്ന് ഒരു ചെറിയ തോണി, ലോങ് ബോട്ട്, വെള്ളത്തിലേക്ക് ഇറക്കി. അതിലേക്ക് ജെയിംസ് ബ്രൂക്കും അദ്ദേഹത്തിന്റെ ചില ഉദ്യോഗസ്ഥരും കയറി. അവർ ധരിച്ചിരുന്ന വേഷമായിരുന്നു നാട്ടുകാരെ അത്ഭുതപ്പെടുത്തിയത്. നല്ല വെടിപ്പുള്ള യൂണിഫോം, അരയിൽ വാള്, തിളങ്ങുന്ന ബൂട്ട്. ചെളിയും വിയർപ്പും മാത്രം കണ്ടു ശീലിച്ച സരവാക്കിലെ ജനങ്ങൾക്ക് ഇതൊരു അന്യഗ്രഹക്കാരുടെ വരവു പോലെയാണ് തോന്നിയത്. അവാങ് ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നിലേക്ക് നീങ്ങി. തോണി കരയ്ക്കടുത്തു. ജെയിംസ് ബ്രൂക്ക് മണ്ണിലേക്ക് കാലുകുത്തി. ആ നിമിഷം അവാങ് ശ്രദ്ധിച്ചത് ബ്രൂക്കിന്റെ കണ്ണുകളെയാണ്. അതിൽ പുച്ഛമോ അധികാരമോ ആയിരുന്നില്ല, മറിച്ച് ഒരുതരം കൗതുകമായിരുന്നു. ഒരു കൊച്ചുകുട്ടി പുതിയൊരു കളിപ്പാട്ടം കാണുമ്പോഴുണ്ടാകുന്ന കൗതുകം. അവർ നേരെ പോയത് രാജാ മുദാ ഹാഷിമിനെ കാണാനാണ്. ആരാണ് ഈ രാജാ മുദാ ഹാഷിം? ബ്രൂണൈ സുൽത്താന്റെ അമ്മാവനും കിരീടാവകാശിയുമാണിദ്ദേഹം. സുൽത്താൻ ബോർണിയോയിലെ വലിയ സംഭവമാണെങ്കിലും സരവാക്കിലെ കാര്യങ്ങൾ നോക്കാൻ അയച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഹാഷിം അവിടെ പെട്ടുപോയൊരവസ്ഥയിലായിരുന്നു. അവാങ്ങും കുറച്ചു നാട്ടുകാരും ആ ഘോഷയാത്രയുടെ പുറകെ പോയി. ഹാഷിമിന്റെ കൊട്ടാരമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വലിയ തറവാടുകൾ പോലെയൊന്നുമല്ലട്ടോ. തടിയിൽ തീർത്ത അത്യാവശ്യം വലിപ്പമുള്ള ഒരു കെട്ടിടം. അവിടെയാണ് കൂടിക്കാഴ്ച. ബ്രൂക്ക് അകത്തേക്ക് കയറി. അവിടെ ഹാഷിം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹാഷിം ഒരു പാവം മനുഷ്യനായിരുന്നു. നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ചുറ്റും പരിചാരകരുമായി ഇരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണമുണ്ടായിരുന്നു. കണ്ണുകളിൽ ഭയം നിഴലിച്ചിരുന്നു. നമ്മുടെ നാട്ടിലെ കാരണവന്മാർക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിസ്സഹായതയില്ലേ, അതേ അവസ്ഥ. നാട്ടിലാകെ യുദ്ധമാണ്. മക്കോട്ട എന്ന ഗവർണറുടെ ക്രൂരത കാരണം നാട്ടുകാരും കാട്ടുവാസികളുമെല്ലാം ലഹളയിലാണ്. ഈ ലഹള അടിച്ചമർത്താൻ വന്നിട്ട് മാസങ്ങളായി ഹാഷിമിന് അതിന് സാധിക്കുന്നില്ല. സുൽത്താന് കത്തെഴുതിയാൽ മറുപടിയില്ല. തിരിച്ചു നാട്ടിലേക്ക് പോകാനും പറ്റുന്നില്ല. ആ സമയത്താണ് ബ്രൂക്ക് വരുന്നത്. മുങ്ങിത്താഴാൻ പോകുന്നവന് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയതുപോലെയാണ് ഹാഷിമിന് തോന്നിയത്. ബ്രൂക്ക് വെറും കൈയോടെയല്ല വന്നത്. സായിപ്പന്മാർക്ക് അതൊരു ശീലമാണല്ലോ.
അദ്ദേഹം ഹാഷിമിന് ധാരാളം സമ്മാനങ്ങൾ നൽകി. വിലപിടിപ്പുള്ള ചോക്ലേറ്റുകൾ, വെൽവെറ്റ് തുണികൾ, പിന്നെ തോക്കുകൾ. ഹാഷിം തിരിച്ചു നൽകിയത് അപൂർവമായ പക്ഷികളെയും കാട്ടിലെ വിഭവങ്ങളുമാണ്. സംസാരം തുടങ്ങി. ഭാഷ വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷേ പരിഭാഷകർ വഴി അവർ കാര്യങ്ങൾ കൈമാറി. ഹാഷിം തന്റെ വിഷമങ്ങൾ ഓരോന്നായി ഇറക്കിവെച്ചു. എന്റെ സുഹൃത്തെ, ഈ നാടാതെ കുഴപ്പത്തിലാണ്. എനിക്കാരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. താങ്കളെപ്പോലൊരു ശക്തൻ കൂടെയുണ്ടെങ്കിൽ നമുക്ക് സമാധാനം കൊണ്ടുവരാം. പക്ഷെ ബ്രൂക്ക് ആ പഴയ കോട്ടയം ഭാഷയിൽ പറഞ്ഞാൽ അത്ര പെട്ടെന്ന് വളയുന്ന ടൈപ്പായിരുന്നില്ല. അദ്ദേഹം എല്ലാം കേട്ടു, തലയാട്ടി. എന്നിട്ട് പുറത്തിറങ്ങി ആ നാടൊന്ന് ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. ഇവിടെയാണ് അവാങ്ങിന്റെ കാഴ്ചപ്പാട് മാറുന്നത്. ബ്രൂക്ക് ആ ഗ്രാമങ്ങളിലൂടെയും കാട്ടുപാതകളിലൂടെയും നടന്നു. കൂടെ അവാങ്ങിനെ പോലെയുള്ള ചില സഹായികളുമുണ്ടായിരുന്നു. അവർ കണ്ട കാഴ്ചകൾ ഭീകരമായിരുന്നു. ഗ്രാമങ്ങൾ പലതും കത്തിച്ചാമ്പലായി കിടക്കുന്നു. നെൽപ്പാടങ്ങൾ ഉണങ്ങി വരണ്ടു കിടക്കുന്നു. കുട്ടികളും സ്ത്രീകളും പട്ടിണിക്കോലങ്ങൾ പോലെ വീടിന്റെ വരാന്തകളിലിരിക്കുന്നു. ഇതിനൊക്കെ കാരണം ആഭ്യന്തര യുദ്ധമാണ്. വിമതർ എന്ന് വിളിക്കുന്നവർ സത്യത്തിൽ ആ നാട്ടിലെ പാവങ്ങളായിരുന്നു. മക്കോട്ട എന്ന ഗവർണർ അവരെക്കൊണ്ട് നിർബന്ധിതമായി പണിയെടുപ്പിക്കും. അവരുടെ കൃഷി പിടിച്ചെടുക്കും. നികുതി കൊടുക്കാൻ പണമില്ലെങ്കിൽ അവരുടെ ഭാര്യമാരെയും മക്കളെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോകും. ഇത് സഹിക്കാതെയാണ് അവർ ആയുധമെടുത്തത്. ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ അവാങ് ഒരു കാഴ്ച കണ്ടു. വഴിയിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ തലയില്ലാത്ത ഒരു ശരീരം കിടക്കുന്നു. ബ്രൂക്ക് അവിടെ നിന്നു. അദ്ദേഹം മുഖം തിരിച്ചു. സരവാക്കിലെ ഗോത്രവർഗക്കാർക്കിടയിൽ ടൈക്കിംഗ് അഥവാ തലവെട്ടൽ എന്നൊരാചാരമുണ്ടായിരുന്നു. ശത്രുക്കളുടെ തല വെട്ടിക്കൊണ്ടുവരുന്നത് വലിയ വീരകൃത്യമായാണ് അവർ കണ്ടിരുന്നത്. പക്ഷേ ഈ യുദ്ധം ആ ആചാരത്തിനപ്പുറം വെറും കൊലപാതകമായി മാറിയിരിക്കുന്നു എന്ന് ബ്രൂക്കിന് മനസ്സിലായി. ബ്രൂക്ക് അവാങ്ങിനോട് ചോദിച്ചു, ഈ ജനങ്ങൾക്ക് സമാധാനം വേണ്ടേ? എന്തുകൊണ്ടാണിവർ ചർച്ചയ്ക്ക് വരാത്തത്? അവാങ് മറുപടി പറയാൻ ഭയന്നു. എങ്കിലും അവൻ പറഞ്ഞു, പ്രഭു, മക്കോട്ടയെ പേടിയാണ്. ചർച്ചയ്ക്ക് വിളിച്ചാൽ ചതിച്ചു കൊല്ലും. ആ ആദ്യ സന്ദർശനത്തിൽ ബ്രൂക്ക് ഒന്നും ചെയ്തില്ല. അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം റോയലിസ്റ്റ് തിരിച്ചു പോകാൻ തയ്യാറായി. ഹാഷിം ഓടി വന്നു. പോകരുത്, ഞങ്ങളെ സഹായിക്കണം. ബ്രൂക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വീണ്ടും വരും. അങ്ങനെ കപ്പൽ പോയി. അവാങ് വീണ്ടും പഴയ ജീവിതത്തിലേക്ക്. പക്ഷെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. വിമതർ കൂടുതൽ ശക്തരായി. ഹാഷിമിന്റെ പട്ടാളം തോറ്റുതൊപ്പിയിട്ട് തുടങ്ങി. മക്കോട്ടയുടെ ക്രൂരത കൂടി. നാടൊരു ശവപ്പറമ്പ് പോലെയായി. ഏകദേശം ഒരു വർഷം കഴിഞ്ഞു കാണും. 1840 മധ്യം. അവാങ് പുഴക്കരയിൽ നിൽക്കുമ്പോൾ വീണ്ടും ആ കാഴ്ച കണ്ടു. ദൂരെ ചക്രവാളത്തിൽ ആ പഴയ വെളുത്ത പായകൾ. ജെയിംസ് ബ്രൂക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇത്തവണ വന്ന ബ്രൂക്ക് വെറുമൊരു സഞ്ചാരിയായിരുന്നില്ല. താൻ കണ്ട ആ പാവം മനുഷ്യരുടെ മുഖം അയാളുടെ ഉറക്കം കളഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഈ അരാജകത്വം മുതലെടുത്ത് ഇവിടെ എന്തെങ്കിലും നേടാമെന്ന ചിന്തയായിരിക്കാം. എന്തായാലും ഇത്തവണ കപ്പലിൽ കൂടുതൽ ആയുധങ്ങളും ആളുകളുമുണ്ടായിരുന്നു. കപ്പൽ അടുക്കുന്നതിനു മുൻപേ ഹാഷിമിന്റെ ദൂതന്മാരെത്തി. പ്രഭു, ഞങ്ങളെ രക്ഷിക്കണം. താങ്കൾ എന്തു ചോദിച്ചാലും തരാം. ഈ യുദ്ധമൊന്ന് അവസാനിപ്പിച്ചു തരണേ. അതൊരു കെണിയായിരുന്നു, അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടം. ബ്രൂക്ക് ഹാഷിമിനെ കാണാൻ ചെന്നു. ഹാഷിം ബ്രൂക്കിന്റെ കൈ പിടിച്ചു പറഞ്ഞു, ഈ ലഹളെ അടിച്ചമർത്താൻ എന്നെ സഹായിച്ചാൽ സരവാക്കിന്റെ ഭരണം ഞാൻ താങ്കൾക്ക് തരാം. താങ്കൾക്കിവിടുത്തെ രാജാവാകാം. അവാങ് ഇത് കേൾക്കുമ്പോൾ വാതിലിന് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു. അവന്റെ ചെവികൾക്ക് വിശ്വസിക്കാനായില്ല. ഒരു വെള്ളക്കാരൻ ഇവിടുത്തെ രാജാവാകാനോ? നമ്മുടെ നാട്ടിൽ പണ്ടു സാമൂതിരി വാസ്കോഡഗാമയോട് കച്ചവടം ചെയ്യാൻ സമ്മതിച്ചതുപോലെയല്ലേത്? ഇത് രാജ്യം തന്നെ തീരെഴുതി കൊടുക്കുന്ന ഏർപ്പാടാണ്. പക്ഷേ ഹാഷിമിന് വേറെ വഴിയില്ലായിരുന്നു. ഒന്നുകിൽ വിമതരുടെ കൈകൊണ്ട് മരിക്കുക, അല്ലെങ്കിൽ ഈ വെള്ളക്കാരന്റെ സഹായം തേടുക. ബ്രൂക്കൊന്ന് ആലോചിച്ചു. അദ്ദേഹം ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. പുഴ ശാന്തമായി ഒഴുകുന്നു. ദൂരെ മലനിരകൾ പച്ചപ്പാർന്നു നിൽക്കുന്നു. ശരി, ബ്രൂക്ക് പറഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു. ആ ശരി എന്ന ഒറ്റ വാക്ക്, അതാണ് സർവാക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. യുദ്ധം ജയിക്കണമെങ്കിൽ വെറും തോക്ക് മാത്രം പോരാ, ബുദ്ധി വേണം. ബ്രൂക്കിനത് ധാരാളമുണ്ടായിരുന്നു. പക്ഷെ വിമതർ വെറും സാധുക്കളല്ല. അവർ കാടറിയാവുന്നവരാണ്, മരണം ഭയമില്ലാത്തവരാണ്. അവരോട് യുദ്ധം ചെയ്യുക എന്നത് എളുപ്പമല്ല. അവാങ്ങിന് തോന്നി, ഇതൊരു തുടക്കം മാത്രമാണ്. ചോരപ്പുഴ ഇനിയാണ് ഒഴുകാൻ പോകുന്നത്. ബ്രൂക്ക് എങ്ങനെയാണ് ആ കാട്ടിലെ പോരാളികളെ നേരിട്ടത്? തോക്കുകൾ കൊണ്ടാണോ, അതോ ചതിപ്രയോഗത്തിലൂടെയാണോ? ആ യുദ്ധത്തിന്റെ കഥ
അത് വെറുമൊരു യുദ്ധമായിരുന്നില്ല, ഒരു വേട്ടയായിരുന്നു. അങ്ങനെ ആ കൈകൊടുക്കൽ കഴിഞ്ഞു. ബ്രൂക്ക് വാക്കുകൊടുത്തു. രാജാമുദ ഹാഷിമിന് ആശ്വാസമായി. പക്ഷേ അവാങ്ങിന് മാത്രം മനസ്സിലായില്ല. ഈ ഒരൊറ്റ മനുഷ്യൻ വിചാരിച്ചാൽ എങ്ങനെയാണ് മാസങ്ങളായി, അല്ല വർഷങ്ങളായി നടക്കുന്ന ഈ യുദ്ധം ജയിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ നാട്ടിലെ ഒരു ചൊല്ലില്ലേ, എലിക്കെണി തെക്കാൻ പോയിട്ട് ആനയെ പിടിക്കാൻ നോക്കുന്നുവെന്ന്. അതുപോലെ തോന്നിയവന്. യുദ്ധം നടക്കുന്ന സ്ഥലം ഇവിടെ അടുത്തെങ്ങുമല്ല. പുഴയിലൂടെ കുറേ ദൂരം പോയിട്ട് ബലീദ എന്നു പറയുന്ന ഒരിടത്താണ് വിമതർ തമ്പടിച്ചിരിക്കുന്നത്. അവാങ്ങും മറ്റു നാട്ടുകാരും ബ്രൂക്കിന്റെ സംഘത്തിനൊപ്പം അങ്ങോട്ട് നീങ്ങി. കാടിന്റെ ഉള്ളിലേക്ക് കയറുന്തോറും അന്തരീക്ഷം മാറി. സൂര്യപ്രകാശം പോലും താഴേക്ക് വരാത്ത അത്രയും ഇരുണ്ട കാട്, ചതുപ്പുനിലങ്ങൾ. ഓരോ ചുവട് വയ്ക്കുമ്പോഴും കാല് മുട്ടോളം ചെളിയിൽ താഴ്ന്നു പോകും. അതിനിടയിൽ അട്ടയും കൊതുകും. നമ്മുടെ വയനാട്ടിലെ കാടുകളിലൂടെ മഴക്കാലത്ത് നടന്നാൽ കിട്ടുന്ന ആ ഒരു ഫീലില്ലേ, അതിൻ്റെ 10 ഇരട്ടി ദുരിതം. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ബ്രൂക്കിനെ അത്ഭുതപ്പെടുത്തി, ഒപ്പം ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു. വിമതർ ഒരു മൺകോട്ട കെട്ടിയിട്ടുണ്ട്. അതിനു ചുറ്റും മുളകൾ വെച്ചു വേലി കെട്ടിയിരിക്കുന്നു. അതിന് തൊട്ടപ്പുറത്ത് സുൽത്താന്റെ സൈന്യവും ഒരു കോട്ട കെട്ടിയിട്ടുണ്ട്. 2 കൂട്ടരും പരസ്പരം നോക്കി നിൽക്കുന്നു എന്നല്ലാതെ ആരും അങ്ങോട്ട് ആക്രമിക്കുന്നില്ല. ഇടയ്ക്ക് സുൽത്താന്റെ സൈന്യം വലിയ ശബ്ദത്തിൽ ചെണ്ടയും ചേങ്ങിലയുമൊക്കെ കൊട്ടും. എന്നിട്ട് ആകാശത്തേക്ക് വെടിവെക്കും. അപ്പുറത്ത് നിന്ന് വിമതരും ബഹളം വയ്ക്കും. ഇതായിരുന്നു അവിടുത്തെ യുദ്ധം. നമ്മുടെ നാട്ടിലെ പൂരപ്പറമ്പിൽ വെടിക്കെട്ട് നടക്കുമ്പോൾ ആളുകൾ ബഹളം വയ്ക്കില്ലേ, അതുപോലെ വെറും ശബ്ദകോലാഹലം മാത്രം. ആർക്കും മുറിവേൽക്കുന്നില്ല, ആരും ജയിക്കുന്നുമില്ല. ഇത് കണ്ടപ്പോൾ ജെയിംസ് ബ്രൂക്കിന്റെ ഉള്ളിലെ പട്ടാളക്കാരൻ ഉണർന്നു. പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിൽ ബർമ്മയിൽ യുദ്ധം ചെയ്തയാളാണ് കക്ഷി. വെടിയുണ്ടയുടെ ചൂടും മണവും അറിഞ്ഞവൻ. അദ്ദേഹം ഹാഷിമിനോട് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ യുദ്ധം? ഇങ്ങനെ നോക്കി നിന്നാൽ മരിക്കും വരെ നമ്മളിവിടെ നിൽക്കേണ്ടി വരും. പക്ഷേ ഹാഷിമിന്റെ സൈന്യത്തലവൻ, ആ പഴയ വില്ലൻ മക്കോട്ട, അനങ്ങിയില്ല. അയാൾക്ക് ബ്രൂക്കിനെ ഇഷ്ടമല്ല. ഒരു വെള്ളക്കാരൻ വന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അയാൾക്ക് സഹിക്കില്ലല്ലോ. അയാൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആക്രമണം വൈകിപ്പിച്ചു. ഇന്ന് നല്ല ദിവസമല്ല, കാട്ടിലെ കിളികൾ ചിലയ്ക്കുന്നത് മോശം ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ സമയം കളഞ്ഞു. ബ്രൂക്കിന് സഹികെട്ടു. ആ വെളുത്ത സായിപ്പ് ചുവന്നു തൊടുത്തു. അദ്ദേഹം കപ്പലിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങി. നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ താൽപ്പര്യമില്ലെങ്കിൽ ഞാൻ പോകുന്നു. എന്റെ സമയം കളയാൻ എനിക്ക് വയ്യ. ഇത് കേട്ടതോടെ ഹാഷിം പേടിച്ചു വിറച്ചു. ബ്രൂക്ക് പോയാൽ പിന്നെ തന്റെ കാര്യം പോക്കാണ്. വിമതർ തന്നെ കൊന്നുകളയും. ഹാഷിം ബ്രൂക്കിന്റെ കാല് പിടിച്ചു. പോകരുത്, പ്രഭു പറയുന്നത് എന്തായാലും ഞങ്ങൾ അനുസരിക്കാം. അങ്ങനെ ബ്രൂക്ക് ആ യുദ്ധത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അവാങ് ആ കാഴ്ച അത്ഭുതത്തോടെ നോക്കി നിന്നു. ബ്രൂക്ക് തന്റെ കപ്പലിലെ ഇംഗ്ലീഷുകാരായ 12 പേരെയും കൂടെ വിശ്വസ്തരായ കുറച്ച് മലയേകളെയും വിളിച്ചുകൂട്ടി. അവർക്ക് വലിയ പടയൊന്നുമില്ല, പക്ഷേ അവരുടെ കയ്യിൽ 6 പൗണ്ടർ പീരങ്കികളുണ്ടായിരുന്നു. ബ്രൂക്ക് ഉത്തരവിട്ടു, നമ്മൾ കാത്തിരിക്കുന്നില്ല, നമ്മൾ ആ കോട്ടയിലേക്ക് കയറുകയാണ്. ഉച്ചവെയിൽ കത്തി നിൽക്കുന്ന സമയം. കാട് നിശബ്ദമാണ്. പെട്ടെന്ന് ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ബ്രൂക്കിന്റെ പീരങ്കികൾ ഗർജിച്ചു. ഡും ഡും. വിമതരുടെ മൺകോട്ടയുടെ മതിലുകൾ ഇളകി. മുളവേലികൾ തെറിച്ചുപോയി. ആ പുകപടലങ്ങൾക്കിടയിലൂടെ വാളും തോക്കുമായി ജെയിംസ് ബ്രൂക്ക് എന്ന വെള്ളക്കാരൻ മുന്നോട്ടോടുന്നു. പിറകെ അയാളുടെ ചെറിയ സംഘവും. അവാങ്ങിനത് വിശ്വസിക്കാനായില്ല. ഇയാൾക്ക് വട്ടാണോ? ആ കോട്ടയിൽ 100 കണക്കിന് ആളുകളുണ്ട്. ഇവർ വെറും വിരലിലെണ്ണാവുന്നവരല്ലേ ഉള്ളൂ. പക്ഷേ ആ ധൈര്യമാണ് ജയിച്ചത്. ഒരു വെള്ളക്കാരൻ മരണം വകവയ്ക്കാതെ തങ്ങളുടെ നേരെ ഓടിവരുന്നത് കണ്ടപ്പോൾ വിമതർ പകച്ചുപോയി. അവർക്കങ്ങനെയൊരു ശീലമില്ല. അവർ യുദ്ധമെന്ന് കരുതിയിരുന്നത് ദൂരെ നിന്ന് വെടിവെക്കൽ മാത്രമാണ്. മുഖത്തോട് മുഖം നോക്കിയുള്ള ഈ ആക്രമണത്തിൽ അവർ പതറി. നിമിഷങ്ങൾക്കുള്ളിൽ കളി മാറി. വിമതർ പിന്തിരിഞ്ഞോടി. കോട്ടയ്ക്കുള്ളിൽ വെളുത്ത പതാകയുയർന്നു. അവർ കീഴടങ്ങാൻ തയ്യാറാണ്. ഇവിടെയാണ്, കൃത്യമായി പറഞ്ഞാൽ ഇവിടെയാണ് സരാവാക്കിന്റെ ചരിത്രം മാറിയത്. യുദ്ധം ജയിച്ചതിലല്ല, അതിനുശേഷം നടന്ന സംഭവത്തിലാണ് കാര്യം. വിമത നേതാക്കൾ കീഴടങ്ങി മുന്നിൽ വന്നു നിന്നു. മക്കോട്ട, ആ ക്രൂരനായ ഗവർണർ, വാളുമെടുത്ത് മുന്നോട്ടു വന്നു. ഇവരെയെല്ലാം കൊല്ലണം. ഇവരുടെ തലവെട്ടി നമ്മുടെ കോട്ടവാതിലിൽ തൂക്കണം. എന്നാലേ ബാക്കിയുള്ളവർക്ക് പാഠമാകൂ. അതായിരുന്നു അവിടത്തെ രീതി. തോറ്റവന് മരണം മാത്രം.
അവാങ് കണ്ണുകൾ ഇറുക്കിയടച്ചു. ചോര കാണാൻ അവന് വയ്യായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ശബ്ദമുയർന്നു. "നിർത്തൂ!" അത് ബ്രൂക്കായിരുന്നു. അദ്ദേഹം മക്കോട്ടയുടെ മുന്നിൽ കയറി നിന്നു. "യുദ്ധം കഴിഞ്ഞു. ഇവർ കീഴടങ്ങി. ഇനി ഇവരെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല." മക്കോട്ട അലറി. "ഇതെന്റെ നാടാണ്. ഇവിടത്തെ നിയമം ഞാനാണ് തീരുമാനിക്കുന്നത്." ബ്രൂക്ക് ശാന്തനായി, പക്ഷെ കടുപ്പത്തിൽ പറഞ്ഞു, "എങ്കിൽ നിങ്ങളാദ്യം എന്നോട് യുദ്ധം ചെയ്യേണ്ടിവരും. എന്റെ തോക്കുകൾക്ക് ഉന്നം തെറ്റാറില്ല." അവിടെ ഒരു നിമിഷം നിശബ്ദത തളം കെട്ടി. ഹാഷിം ഇടപെട്ടു. ബ്രൂക്കിനെ പിണക്കാൻ അദ്ദേഹത്തിന് വയ്യല്ലോ. അവസാനം അവർ സമ്മതിച്ചു. വിമതരുടെ ജീവൻ ബ്രൂക്ക് രക്ഷിച്ചു. അവാങ് ആ വിമതരുടെ മുഖത്തേക്ക് നോക്കി. അതുവരെ പേടിയും വെറുപ്പുമുണ്ടായിരുന്ന ആ കണ്ണുകളിൽ ഇപ്പോൾ അദ്ഭുതമാണ്. തങ്ങളെ കൊല്ലാൻ വന്ന ശത്രു തങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അന്ന് ആ കോട്ടമുറ്റത്ത് വെച്ച് വിമത നേതാക്കൾ ബ്രൂക്കിന്റെ കാലിൽ വീണു. "ഇനി മുതൽ ഞങ്ങളുടെ ജീവൻ അങ്ങയുടേതാണ്. അങ്ങാണ് ഞങ്ങളുടെ രാജാവ്." 1841 ആ സെപ്റ്റംബർ മാസം കഴിഞ്ഞ് പുതിയൊരു പ്രഭാതം പൊട്ടിവിടരുകയാണ്. അവാങ് രാവിലെ എഴുന്നേറ്റ് പുഴയിലേക്ക് നോക്കുമ്പോൾ അവിടെ വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല. പുഴ പഴയതുപോലെ തന്നെ ഒഴുകുന്നു, കാറ്റ് വീശുന്നു. പക്ഷെ വായുവിലെന്തോ ഒരു പുതുമയുണ്ട്. നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രതീക്ഷയില്ലേ, ഇനിയെങ്കിലും എന്തെങ്കിലും നടക്കുമോ എന്ന ചിന്ത? അതുപോലെ ജെയിംസ് ബ്രൂക്ക്, ആ വെളുത്ത മനുഷ്യൻ, ഇപ്പോൾ രാജാവാണ്, സരവാക്കിന്റെ പരമാധികാരി. പക്ഷെ രാജാവായി എന്നു പറഞ്ഞ് അദ്ദേഹം സ്വർണ്ണക്കസേരയിൽ കയറിയിരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം ചെയ്ത ആദ്യത്തെ കാര്യം ആ നാട്ടിലെ നിയമം മാറ്റിയെഴുതുക എന്നതായിരുന്നു. അതുവരെ അവിടെ നിയമം എന്ന് പറയുന്നത് ശക്തന്റെ നിയമം, ലോ ഓഫ് ദ സ്ട്രോങ് ആയിരുന്നു. കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ. മക്കോട്ടയെപ്പോലെയുള്ളവർ പാവപ്പെട്ടവന്റെ കൃഷിയിടത്തിൽ വന്ന് ഇഷ്ടമുള്ളതെടുക്കും. ചോദിക്കാൻ ചെന്നാൽ തല കാണില്ല. പക്ഷെ ബ്രൂക്ക് ഒരു പുതിയ സമ്പ്രദായം കൊണ്ടുവന്നു. അദ്ദേഹം തന്റെ വീടിന്റെ, അതായത് ആ തടിയിൽ തീർത്ത ബംഗ്ലാവിന്റെ വരാന്തയിൽ എല്ലാ ദിവസവും രാവിലെ വന്നിരിക്കും. നമ്മുടെ നാട്ടിലെ പഴയ തറവാട്ടിലെ കാരണവന്മാർ പൂമുഖത്തിരിക്കുന്നതുപോലെ. എന്നിട്ട് പറഞ്ഞു, "ആർക്കും വരാം, പരാതി പറയാം. ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല." അവാങ് ഒരു ദിവസം അവിടെ പോയി. അവന് സ്വന്തമായിട്ട് പരാതിയൊന്നുമുണ്ടായിട്ടല്ല, വെറുതെ ആ കാഴ്ച കാണാൻ. അവിടെ കണ്ടത് അവനെ ഞെട്ടിച്ചു. നാട്ടിലെ ഒരു പ്രമാണിയായ ഹാജി ഒരു പാവം കർഷകന്റെ വള്ളം പിടിച്ചെടുത്തിരുന്നു. പണ്ടായിരുന്നെങ്കിൽ ആ കർഷകൻ മിണ്ടാതെ പോയേനെ. പക്ഷെ ബ്രൂക്കിന്റെ കോടതിയിൽ അവൻ പരാതി പറഞ്ഞു. ബ്രൂക്ക് എല്ലാം കേട്ടു. അദ്ദേഹം ആ പ്രമാണിയോട് ചോദിച്ചു, "ഇത് സത്യമാണോ?" പ്രമാണിക്ക് അഹങ്കാരം. "ഞാൻ ആരാണെന്നറിയാമല്ലോ, എനിക്കിതൊക്കെ എടുക്കാൻ അവകാശമുണ്ട്." ബ്രൂക്കിന്റെ മുഖം മാറി. ആ നീല കണ്ണുകളിൽ തീപ്പൊരി ചിതറി. "എന്റെ സരവാക്കിൽ മോഷ്ടിക്കാൻ ആർക്കും അവകാശമില്ല. താങ്കൾ ആ വള്ളം തിരികെ കൊടുക്കണം. കൂടാതെ പിഴയായി 10 വെള്ളി നാണയങ്ങളും നൽകണം." ആ സഭയാകെ സ്തംഭിച്ചുപോയി. ഒരു വലിയ മനുഷ്യനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശിക്ഷിക്കുകയോ? അവാങ്ങിന് മനസ്സിലായി, ഇവിടെ കളി മാറി. ഇനി ഇവിടെ നടക്കുന്നത് നീതിയാണ്, അത് വെറും വാക്കല്ല. പക്ഷെ ഈ നീതി നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. നമ്മുടെ പഴയ വില്ലൻ മക്കോട്ട ഇപ്പോഴും അവിടെയുണ്ട്. അധികാരം പോയെങ്കിലും അയാൾ സരവാക്കിൽ തന്നെയുണ്ട്. ഒരു തോറ്റ പാമ്പിനെപ്പോലെ അയാൾ പകയോടെ കാത്തിരുന്നു. മക്കോട്ടയ്ക്കറിയാം ബ്രൂക്കിനെ നേരിട്ടാക്രമിച്ചാൽ ജയിക്കില്ല എന്ന്. ബ്രൂക്കിന്റെ കയ്യിൽ പീരങ്കിയുണ്ട്, കൂടെ വിശ്വസ്തരായ ഇംഗ്ലീഷുകാരുണ്ട്. അതുകൊണ്ട് മക്കോട്ട വളഞ്ഞ വഴി നോക്കി. വിഷം, അതായിരുന്നു അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആയുധം. നമ്മുടെ പഴയ വടക്കൻ പാട്ടുകളിലൊക്കെ കേട്ടിട്ടില്ലേ, ചതിച്ച് വിഷം കൊടുത്തു കൊല്ലുന്ന കഥകൾ? ബോർണിയോയിൽ അത് വളരെ സാധാരണമായിരുന്നു. ബ്രൂക്കിന്റെ വിശ്വസ്തനായ ഒരു ദ്വിഭാഷിയെ മക്കോട്ടയുടെ ആളുകൾ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി. ഭാഗ്യം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. ബ്രൂക്കിന് മനസ്സിലായി, മക്കോട്ട തന്റെ കഴുത്തിന് നേരെയാണ് വാൾ ഓങ്ങുന്നത് എന്ന്. രാത്രികളിൽ ബ്രൂക്ക് ഉറങ്ങിയിരുന്നില്ല. തലയിണയുടെ അടിയിൽ എപ്പോഴും ഒരു തോക്കും കൈയെത്തുന്ന ദൂരത്തൊരു വാളും അദ്ദേഹം വെച്ചിരുന്നു. അവാങ് കേട്ട കഥകൾ പ്രകാരം ബ്രൂക്കിന്റെ വീടിന് ചുറ്റും എപ്പോഴും കാവൽക്കാരുണ്ടായിരുന്നു.
പക്ഷെ സ്വന്തം കൊട്ടാരത്തിനുള്ളിൽ തന്നെ ശത്രുക്കളുള്ളപ്പോൾ ആരെ വിശ്വസിക്കും? ഒരു ദിവസം മക്കോട്ടയുടെ ചതി വെളിച്ചത്തായി. അയാൾ കാട്ടിലെ ചില ഗോത്രതലവന്മാർക്ക് രഹസ്യമായി കത്തെഴുതി. ഈ വെള്ളക്കാരനെ കൊന്നാൽ നിങ്ങൾക്ക് ഞാൻ പൊന്നും പണവും തരാം. പക്ഷെ ആ ഗോത്രതലവന്മാർക്ക് ബ്രൂക്കിനോട് വലിയ സ്നേഹമായിരുന്നു. കാരണം ബ്രൂക്ക് അവരുടെ ജീവൻ രക്ഷിച്ചതാണല്ലോ. അവർ ആ കത്ത് നേരെ ബ്രൂക്കിന്റെ അടുത്തെത്തിച്ചു. ബ്രൂക്ക് ആ കത്ത് വായിക്കുമ്പോൾ അവാങ് അവിടെ ഉണ്ടായിരുന്നു. അവനിപ്പോൾ ബ്രൂക്കിന്റെ വീട്ടുജോലിക്കാരിൽ ഒരാളായി മാറിയിരുന്നു. ബ്രൂക്ക് ചിരിച്ചു. പക്ഷെ അത് സന്തോഷം കൊണ്ടുള്ള ചിരിയായിരുന്നില്ല. ഒരു വേട്ടക്കാരൻ ഇര കിട്ടുമ്പോൾ ചിരിക്കുന്ന ചിരിയായിരുന്നു അത്. മക്കോട്ടയ്ക്ക് ഇനിയും പാഠം പഠിച്ചിട്ടില്ല അല്ലേ? ശരി, നമുക്കയാളെ ഒരു പാഠം പഠിപ്പിക്കാം. പിറ്റേന്ന് രാവിലെ കുച്ചിങ്ങിലെ പ്രധാന ഹാളിൽ വെച്ചൊരു വിചാരണ നടന്നു. ഹാഷിമും മറ്റു പ്രഭുക്കന്മാരും എല്ലാം അവിടെയുണ്ട്. ബ്രൂക്ക് ആ കത്ത് എല്ലാവരെയും കാണിച്ചു. എന്റെ സുഹൃത്തായ ഹാഷിം രാജാവ് അറിയാതെ അദ്ദേഹത്തിന്റെ പേരിൽ ഈ മക്കോട്ട നടത്തുന്ന കളികൾ കണ്ടോ? ഹാഷിം നാണം കെട്ടുപോയി. മക്കോട്ട തന്റെ ആളാണെങ്കിലും ബ്രൂക്കിനെ പിണക്കാൻ ഹാഷിമിന് പേടിയാണ്. ബ്രൂക്ക് കടുപ്പത്തിൽ പറഞ്ഞു, ഇനി ഇവിടെ മക്കോട്ടയ്ക്ക് സ്ഥാനമില്ല. ഇന്ന് തന്നെ അയാൾ സരവാക്ക് വിട്ടുപോകണം. അല്ലെങ്കിൽ. അദ്ദേഹം വാചകം മുഴുവിപ്പിച്ചില്ല. പക്ഷേ ആ അല്ലെങ്കിൽ എന്ന വാക്കിൽ മരണം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ വൈകുന്നേരം അവാങ് മറ്റൊരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി. വർഷങ്ങളോളം ആ നാടിനെ വിറപ്പിച്ച, പാവങ്ങളെ കൊന്നൊടുക്കിയ ക്രൂരനായ മക്കോട്ട തലകുനിച്ച് പടിയിറങ്ങുന്നു. അയാൾ തന്റെ സാധനങ്ങളെല്ലാം ഭാണ്ഡത്തിലാക്കി ഒരു ചെറിയ വള്ളത്തിൽ കയറി. കരയിൽ കൂടി നിന്ന് ജനങ്ങൾ ആരും അയാളെ തടഞ്ഞില്ല. ആരും യാത്രയയച്ചില്ല. ഒരു നിശബ്ദമായ വെറുപ്പ് മാത്രം അവിടെ തളം കെട്ടിനിന്നു. മക്കോട്ടയുടെ വള്ളം പുഴയുടെ ഒഴുക്കിൽപ്പെട്ട് ദൂരേക്ക് പോകുന്നത് നോക്കി ബ്രൂക്ക് നിന്നു. നശിച്ച ഒരു അധ്യായം അവസാനിച്ചു. ബ്രൂക്ക് പിറുപിറുത്തു. പക്ഷേ സമാധാനം അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല എന്ന് ബ്രൂക്കിനറിയാമായിരുന്നു. കാരണം ഉള്ളിലെ ശത്രു പോയപ്പോൾ പുറത്തുനിന്ന് പുതിയൊരു ശത്രു വരുന്നുണ്ടായിരുന്നു. അതായിരുന്നു കടൽ കൊള്ളക്കാർ. സറാവാക്കിന്റെ തീരങ്ങൾ അന്ന് അറിയപ്പെട്ടിരുന്നത് തന്നെ കടൽ കൊള്ളക്കാരുടെ വിഹാര കേന്ദ്രം എന്നാണ്. പ്രധാനമായും 2 കൂട്ടർ, സെരീബാസ് എന്നും സക്രാൻ എന്നും വിളിക്കുന്ന ഗോത്രങ്ങൾ. ഇവർ വെറും മോഷ്ടാക്കളല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ കള്ളന്മാരെ പോലെ രാത്രി വന്ന് ജനൽക്കമ്പി അറുക്കുന്നവരല്ല. ഇവർ ഇബാൻ വംശജരായ പോരാളികളാണ്. ഇവരുടെ വിനോദമെന്താണെന്നോ? തലവെട്ടൽ, ഹെഡ് ഹണ്ടിങ്. ഒരു ഇബാൻ യുവാവിന് കല്യാണം കഴിക്കണമെങ്കിൽ അവൻ പെണ്ണിന് കൊടുക്കേണ്ട സ്ത്രീധനം എന്താണെന്നറിയാമോ? സ്വർണമോ പണമോ അല്ല, ഒരു മനുഷ്യന്റെ തല. അതെ, ശത്രുവിന്റെ തല വെട്ടിക്കൊണ്ടുവന്നാൽ മാത്രമേ അവനെ ഒരാണായി കൂട്ടൂ. ആ തല ഉണക്കി വീടിന്റെ ഉമ്മറത്ത് തൂക്കിയിടും. എത്ര തലയുണ്ടോ അത്രയും വീരൻ. ആലോചിച്ചു നോക്കിയേ, അങ്ങനെയുള്ളൊരു കൂട്ടരുടെ ഇരയിലേക്കാണ് ബ്രൂക്ക് ഭരിക്കാൻ വന്നിരിക്കുന്നത്. മക്കോട്ട പോയതിനു ശേഷം ഈ കടൽ കൊള്ളക്കാർക്ക് ധൈര്യം കൂടി. ആ വെള്ളക്കാരൻ എന്തായാലും കാട്ടിലേക്ക് വരില്ല, നമുക്ക് തീരപ്രദേശങ്ങൾ കൊള്ളയടിക്കാൻ. അവർ ഗ്രാമങ്ങളിൽ കയറി ആക്രമണം തുടങ്ങി. വീടുകൾ കത്തിച്ചു, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി, ആണുങ്ങളുടെ തല വെട്ടിയെടുത്തു. അവാങ്ങിന്റെ ഗ്രാമത്തിലും അത്തരമൊരു ആക്രമണമുണ്ടായി. ഒരു രാത്രി ദൂരെ നിന്ന് ശംഖുവിളികൾ കേട്ടു. പിന്നെ തീപ്പണ്ടങ്ങളുടെ വെളിച്ചം. അവാങ് തന്റെ ഭാര്യയെയും കുട്ടികളെയും കൊണ്ട് കാട്ടിലേക്ക് ഓടി. പിറ്റേന്ന് തിരിച്ചു വന്നപ്പോൾ കണ്ടത് കത്തിയെരിഞ്ഞ കുടിലുകളും തലയില്ലാത്ത മൃതദേഹങ്ങളുമാണ്. അവാങ് കരഞ്ഞുകൊണ്ട് ബ്രൂക്കിന്റെ മുന്നിലെത്തി. രാജാവേ, ഞങ്ങളെ രക്ഷിക്കണം, ആ ചെകുത്താന്മാർ വീണ്ടും വന്നു. ബ്രൂക്ക് ആ കാഴ്ച കണ്ട് സ്തംഭിച്ചുപോയി. ഒരു ഭരണാധികാരി എന്ന നിലയിൽ തന്റെ ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാജാവ്? ബ്രൂക്ക് അവാങ്ങിന്റെ തോളിൽ കൈവച്ചു. കരയരുത് അവാങ്, കണ്ണീരുകൊണ്ടല്ല ഇതിന് മറുപടി പറയേണ്ടത്, തീ കൊണ്ടാണ്. ബ്രൂക്കിന് മനസ്സിലായി, തന്റെ ചെറിയ കപ്പലും കുറച്ചു തോക്കുകളും കൊണ്ട് മാത്രം ഈ ആയിരക്കണക്കിന് വരുന്ന കടൽ കൊള്ളക്കാരെ നേരിടാൻ പറ്റില്ല. അവർക്ക് വേഗത്തിൽ ഓടുന്ന വള്ളങ്ങളുണ്ട്, പ്രഹു. അവർക്ക് ഈ പുഴയുടെ ഓരോ മുക്കും മൂലയും അറിയാം. ബ്രൂക്കിന് സഹായം വേണം, വലിയ സഹായം. അദ്ദേഹം ഇംഗ്ലണ്ടിലെ റോയൽ നേവിക്ക് കത്തെഴുതി. ഇവിടെ ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഭീഷണിയുണ്ട്, കച്ചവടത്തിന് തടസ്സമുണ്ട്, ഉടനെ കപ്പലുകൾ അയക്കണം. ഭാഗ്യത്തിന് സിംഗപ്പൂരിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ കമാൻഡർ ഹെൻറി കെപ്പൽ ബ്രൂക്കിന്റെ സുഹൃത്തായിരുന്നു. ബ്രൂക്കിന്റെ കത്ത് കിട്ടിയതും കെപ്പൽ തന്റെ യുദ്ധക്കപ്പലായ HMS ഡിഡോയുമായി സറാവാക്കിലേക്ക് തിരിച്ചു.
അവാങ് ആ ദിവസം ഓർക്കുന്നു. സറാവാക് പുഴയിലേക്ക് ആ ഭീമൻ കപ്പൽ HMS ഡിഡോ കടന്നുവന്ന ദിവസം. ബ്രൂക്കിൻ്റെ റോയലിസ്റ്റ് എന്ന കപ്പലിനേക്കാൾ എത്രയോ വലുത്. അതിൻ്റെ പീരങ്കികൾക്ക് ആനയുടെ തലയോളം വലിപ്പമുണ്ടായിരുന്നു. അവാങ്ങിൻ്റെ ഉള്ളിൽ ആശ്വാസത്തിൻ്റെ ഒരു തണുപ്പ് പടർന്നു. ഇനി ആ കാട്ടുപന്നികൾക്ക് ഓടാനിടം കിട്ടില്ല. ക്യാപ്റ്റൻ കെപ്പലും ജെയിംസ് ബ്രൂക്കും കൈകൊടുത്തു. 2 ധീരന്മാർ ഒന്നിക്കുന്നു. ഉദ്ദേശമൊന്നേയുള്ളൂ, കടൽ കൊള്ളക്കാരെ അവരുടെ മാളത്തിൽ പോയി വേട്ടയാടുക. അതൊരു യുദ്ധമായിരുന്നില്ല, അതൊരു പുകയ്ക്കൽ, സ്മോക്കിംഗ് ഔട്ടായിരുന്നു. അവാങ്ങും ആ സംഘത്തിൽ ചേർന്നു. തോക്കെടുക്കാൻ അറിയില്ലെങ്കിലും വഴി കാണിക്കാൻ അവൻ അറിയാമായിരുന്നു. അടുത്ത ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായൊരു നദീയുദ്ധമാണ്. കാടിന്റെ ഉള്ളിലെ ഇടുങ്ങിയ പുഴയിലൂടെ ആവിക്കപ്പലുകളും പീരങ്കികളുമായി ബ്രൂക്കും സംഘവും നടത്തിയ ആ യാത്ര. തല വെട്ടുന്നവരും തല കൊയ്യുന്നവരും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം. അവിടെ ചോര വെള്ളത്തേക്കാൾ വേഗത്തിൽ ഒഴുകിയെന്നാണ് പറയുന്നത്. അങ്ങനെ ആ യുദ്ധം തുടങ്ങാറായി. യുദ്ധമെന്ന് പറയുമ്പോൾ നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം പോലെ വിശാലമായ മൈതാനത്ത് 2 സൈന്യം നേർക്കുനേർ നിന്ന് അംഗം വെട്ടുന്ന ഏർപ്പാടല്ല കേട്ടോ ഇത്. ഇത് കാടാണ്, ചതുപ്പാണ്. ആർക്കും എവിടേക്കും ഒളിക്കാം. ശത്രു എവിടെയാണെന്ന് പോലും കാണാൻ പറ്റാത്ത മരങ്ങളുടെയും വള്ളിച്ചെടികളുടെയും ഇടയിലൂടെയുള്ള ഒളിയുദ്ധം. ക്യാപ്റ്റൻ കെപ്പലിന്റെ HMS ഡിഡോ എന്ന ഭീമൻ കപ്പലിന് സരാവാക്കിലെ ആഴം കുറഞ്ഞ പുഴകളിലൂടെ സെരൈബാസ് റിവേഴ്സ് അധിക ദൂരം മുന്നോട്ടു പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവരൊരു തന്ത്രം പ്രയോഗിച്ചു. കപ്പലിലെ ചെറിയ ബോട്ടുകളും നാട്ടുകാരുടെ 100 കണക്കിന് വള്ളങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയ പടയോട്ടം. അവാങ് ആ കാഴ്ച കണ്ട് അന്തം വിട്ടുപോയി. പുഴയിലൂടെ ഒരു വലിയ പെരുമ്പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നതുപോലെ. ഏറ്റവും മുന്നിൽ ബ്രിട്ടീഷുകാരുടെ ബോട്ടുകൾ, അതിൽ നിറയെ തോക്കുധാരികളായ ജാക്ടാറുകൾ, ബ്രിട്ടീഷ് നാവികർ. അവരുടെ നടുവിൽ തലയുയർത്തി ജെയിംസ് ബ്രൂക്കും ക്യാപ്റ്റൻ കെപ്പലും. അതിനു പിന്നിലായി സരാവാക്കിലെ നാട്ടുകാരുടെ വള്ളങ്ങൾ. അവരും വാളും കുന്തവുമൊക്കെയായി ആവേശത്തിലാണ്. ഇവർ കാടിന്റെ ഉള്ളിലേക്ക് നീങ്ങുന്തോറും അന്തരീക്ഷം മാറി. സൂര്യപ്രകാശം കുറഞ്ഞു, കാടിന്റെ ഇരുട്ട് കൂടി. ഏറ്റവും ഭയാനകമായ കാര്യമെന്താണെന്നോ? ശബ്ദം. കാടിന്റെ ഉള്ളിൽ നിന്ന് ദൂരെ എവിടെ നിന്നോ മുഴങ്ങുന്ന ചെണ്ടകളുടെയും ചേങ്ങിലകളുടെയും ശബ്ദം. ഗോങ്സ് ആൻഡ് ടോം ടോംസ്. ഡും ഡും ഡും. അത് ശത്രുക്കളുടെ അപായ സൂചനയാണ്. ഞങ്ങൾ നിങ്ങളെ കണ്ടു, ഞങ്ങൾ വരുന്നുണ്ട് എന്നൊരു വെല്ലുവിളി. നമ്മുടെ തെയ്യംകെട്ടിന് ചെണ്ട കൊട്ടുമ്പോൾ നെഞ്ചിലൊരു വിറയൽ വരില്ലേ? അതുപോലെ ആ വന്യമായ ശബ്ദം കാടുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അവാങ്ങിന്റെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ ബ്രൂക്കിനെ നോക്കി. ആ മനുഷ്യന്റെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല, തികഞ്ഞ ശാന്തത. പെട്ടെന്ന് പുഴയുടെ ഒരു വളവ് തിരിഞ്ഞതും ആക്രമിക്കൂ എന്നൊരലർച്ച. കരയിലെ കുറ്റിക്കാടുകളിൽ നിന്നും മരക്കൊമ്പുകളിൽ നിന്നും ശരവേഗത്തിൽ അമ്പുകളും കുന്തങ്ങളും പാഞ്ഞുവന്നു. വിഷം പുരട്ടിയ അമ്പുകൾ, ബ്ലോ പൈപ്സ് വിത്ത് പോയ്സൺ ഡാർട്സ്. ഒന്നു കൊണ്ടാൽ മതി, പിന്നെ വെള്ളം ചോദിക്കാൻ സമയം കിട്ടില്ല. കൂടെയുണ്ടായിരുന്ന ചിലർ പിടഞ്ഞു വീണു. പക്ഷെ ബ്രിട്ടീഷുകാർ ഇതിനൊക്കെ തയ്യാറെടുത്താണ് വന്നത്. ക്യാപ്റ്റൻ കെപ്പൽ കൈ ഉയർത്തി. അടുത്ത നിമിഷം ആ ചെറിയ ബോട്ടുകളിൽ ഘടിപ്പിച്ചിരുന്ന പീരങ്കികൾ, 12 പൗണ്ടർ കരോണാഡീഷ്, ഒരേ സമയം ഗർജിച്ചു. കാട് കുലുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഡും. വെടിമരുന്നിന്റെ പുകയിൽ പുഴ മുഴുവൻ മൂടി. മരങ്ങൾ കടപുഴകി വീണു. കരയിൽ ഒളിച്ചിരുന്ന കടൽക്കൊള്ളക്കാർ ചിതറിയോടി. തോക്കിന്റെയും പീരങ്കിയുടെയും ശക്തി എന്താണെന്ന് ആ കാട്ടുവാസികൾ അറിഞ്ഞു വരുന്നതേയുണ്ടായിരുന്നുള്ളൂ. ബ്രൂക്കും സംഘവും കരയിലേക്ക് ചാടിയിറങ്ങി. അവാങ് വിചാരിച്ചത് ബ്രൂക്ക് പിന്നിൽ നിൽക്കുമെന്നാണ്. രാജാവല്ലേ, സുരക്ഷിതമായി നിൽക്കേണ്ടതല്ലേ? പക്ഷെ കണ്ടത് നേരെ മറിച്ചാണ്. വാളുമെടുത്ത് ഏറ്റവും മുന്നിലോടുന്നത് ജെയിംസ് ബ്രൂക്കാണ്. വെടിയുണ്ടകൾ തലയ്ക്ക് മുകളിലൂടെ ചീറിപ്പായുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കൂസലില്ല. മുന്നോട്ട്, അവരെ വിടരുത്! അദ്ദേഹം അലറി. അതൊരു ഭീകരമായ യുദ്ധമായിരുന്നു. സരീബാസ് എന്നറിയപ്പെടുന്ന ആ കടൽക്കൊള്ളക്കാരുടെ താവളങ്ങൾ ഓരോന്നായി അവർ പിടിച്ചെടുത്തു. ഈ കൊള്ളക്കാർ താമസിച്ചിരുന്നത് ലോങ് ഹൗസുകൾ എന്ന് വിളിക്കുന്ന നീളൻ വീടുകളിലാണ്. മുളയും ഓലയും കൊണ്ട് കെട്ടിയ 100-ലധികം കുടുംബങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന വലിയ പുരകൾ. ഈ വീടുകളുടെ ഉമ്മറത്ത് അവർ വെട്ടിക്കൊണ്ടുവന്ന 100 കണക്കിന് തലകൾ ഉണക്കി തൂക്കിയിട്ടിട്ടുണ്ടാകും. ബ്രൂക്കിന്റെ സൈന്യം അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച അവാങ്ങിനെ മരവിപ്പിച്ചു. കരിഞ്ഞുണങ്ങിയ മനുഷ്യത്തലകൾ. ചിലത് പുതിയത്, ചിലത് വർഷങ്ങളുടെ പഴക്കമുള്ളത്. ആ കൊള്ളക്കാർക്ക് അത് വീരകൃത്യത്തിന്റെ അടയാളമായിരുന്നു. പക്ഷേ ബ്രൂക്കിന് അത് പൈശാചികതയുടെ തെളിവായിരുന്നു. ആ വീടുകൾക്ക് തീ കൊടുത്തു. തീയാളിക്കത്തി.
നൂറ്റാണ്ടുകളായി ആ പ്രദേശത്തെ ഭയപ്പെടുത്തിയിരുന്ന കൊള്ളക്കാരുടെ കോട്ടകൾ കത്തിയമർന്നു. പക്ഷേ ഈ വിജയത്തിന് ഒരു കറുത്ത വശമുണ്ടായിരുന്നു. ബ്രൂക്കിന്റെ കൂടെ വന്ന നാട്ടുകാരായ സൈനികർ, അവാങ്ങിന്റെ കൂട്ടർ, അവർക്കും പഴയ ശീലങ്ങളുണ്ടായിരുന്നു. ശത്രുക്കൾ ഓടിപ്പോകുമ്പോൾ ബ്രൂക്കിന്റെ കണ്ണുവെട്ടിച്ച് ചില നാട്ടുകാർ ശത്രുക്കളുടെ തല വെട്ടാൻ തുടങ്ങി. ബ്രൂക്ക് ഇത് കണ്ടതും കലിതുള്ളി. "നിർത്തൂ, തലവെട്ടുന്നത് ഞാൻ നിരോധിച്ചതാണ്. നമ്മൾ മൃഗങ്ങളല്ല." അദ്ദേഹം സ്വന്തം സൈനികർക്ക് നേരെ തോക്ക് ചൂണ്ടി. "ഇനി ആരെങ്കിലും ഒരാളുടെ തലവെട്ടിയാൽ അവനെ ഞാൻ വെടിവെച്ചിടും." അവിടെയാണ് ജെയിംസ് ബ്രൂക്ക് എന്ന ഭരണാധികാരിയുടെ നീതിബോധം അവാങ് തിരിച്ചറിഞ്ഞത്. ജയിച്ചവന്റെ അഹങ്കാരമല്ല, തോറ്റവനോടുള്ള കരുണ. അദ്ദേഹം ആഗ്രഹിച്ചത് കൊലപാതകമല്ല, മറിച്ച് ആ കാടൻ സംസ്കാരത്തെ മാറ്റിയെടുക്കലാണ്. ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ കൊള്ളത്തലവന്മാർ കീഴടങ്ങാൻ തയ്യാറായി. കാട്ടിലൊളിച്ചിരുന്നവർ വെള്ളക്കൊടിയുമായി പുഴക്കരയിലേക്ക് വന്നു. അവരെ കണ്ടാൽ കഷ്ടം തോന്നും. പട്ടിണി കിടന്ന് മുറിവേറ്റ് അവശരായ നിലയിൽ. ബ്രൂക്ക് അവരെ സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, "നിങ്ങളിനി കൊള്ളയടിക്കില്ലെന്നും തലവെട്ടില്ലെന്നും സത്യം ചെയ്താൽ നിങ്ങൾക്ക് മാപ്പ് നൽകാം." അവർ ബ്രൂക്കിന്റെ കാൽക്കൽ വീണ് കരഞ്ഞു. "ഞങ്ങൾ സത്യം ചെയ്യുന്നു രാജാവേ, ഇനി ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിച്ചോളാം." അവാങ് ആലോചിച്ചു, ഈ മനുഷ്യൻ, ഈ വെള്ളക്കാരൻ, ഇതെന്തൊരു ജന്മമാണ്! ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ കൊടുങ്കാട്ടാളന്മാരെ ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ വെറും സാധാരണക്കാരായ കർഷകരാക്കി മാറ്റിയിരിക്കുന്നു. അത് തോക്കിന്റെ മാത്രം വിജയമായിരുന്നില്ല, ബ്രൂക്കിന്റെ വ്യക്തിത്വത്തിന്റെ വിജയമായിരുന്നു. പക്ഷേ കടൽക്കൊള്ളക്കാരെ അടിച്ചമർത്തിയതോടെ സരവാക്കിൽ എല്ലാം ശാന്തമായി എന്ന് കരുതരുത്. ബ്രൂക്ക് ഇപ്പോൾ പ്രശസ്തനാണ്. അദ്ദേഹത്തിന്റെ കഥകൾ കടൽ കടന്ന് ഇംഗ്ലണ്ടിലെത്തി. വിക്ടോറിയ രാജ്ഞി പോലും ഈ വെളുത്ത രാജാവിനെക്കുറിച്ച് കേട്ടുതുടങ്ങി. പക്ഷേ പ്രശസ്തി കൂടുമ്പോൾ ശത്രുക്കളുടെ എണ്ണവും കൂടുമല്ലോ. സരവാക്കിനകത്തുള്ള ശത്രുക്കൾ തീർന്നെങ്കിലും പുറത്തുനിന്ന് കണ്ണുകൾ കൂർപ്പിച്ചു നിൽക്കുന്നവരുണ്ടായിരുന്നു. അതിലൊരാളാണ് സാക്ഷാൽ ബ്രൂണൈ സുൽത്താൻ. തന്റെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശം ഒരു വെള്ളക്കാരൻ കൊണ്ടുപോകുന്നത് സുൽത്താന് സഹിക്കുമോ? അസൂയ, അത് മനുഷ്യനെ എന്തിനും പ്രേരിപ്പിക്കും. തിരികെ കുച്ചിങ്ങിലെത്തിയ ബ്രൂക്കിനെ കാത്തിരുന്നത് ഒരു ദുരന്ത വാർത്തയായിരുന്നു. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സരവാക്ക് തനിക്ക് തന്നതുമായ രാജാ മുദ ഹാഷിം അപകടത്തിലാണ്. സുൽത്താൻ ഹാഷിമിനെ ചതിയനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വെള്ളക്കാരന് നാട് വിട്ടുകൊടുത്തവൻ എന്നാണ് മുദ്ര കുത്തിയിരിക്കുന്നത്. ഒരു രാത്രി അവാങ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റു. പുഴയുടെ അക്കരെ നിന്ന് വലിയൊരു പൊട്ടിത്തെറി ശബ്ദം. ആകാശം ചുവന്നു തുടുത്തു. അത് ഹാഷിമിന്റെ വീടായിരുന്നു. സുൽത്താന്റെ വാടക കൊലയാളികൾ ഹാഷിമിനെയും കുടുംബത്തെയും വലഞ്ഞിരിക്കുന്നു. സരവാക്കിന്റെ സമാധാനം വീണ്ടും തകരുകയാണ്. ബ്രൂക്ക് എന്തു ചെയ്യും? തനിക്ക് രാജ്യം തന്ന സുഹൃത്തിനെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? അതോ വിധിയുടെ ക്രൂരമായ കളിയിൽ ഹാഷിം ഇരയാകുമോ? ആ രാത്രി കഴിഞ്ഞുള്ള പ്രഭാതം സരവാക്കിനെ സംബന്ധിച്ചിടത്തോളം കറുത്തതായിരുന്നു. അവാങ് ഭയന്നതുപോലെ ആ ദുരന്തം നടന്നത് സരവാക്കിലല്ല, മറിച്ച് ദൂരെ ബ്രൂണയിലെ സുൽത്താന്റെ തലസ്ഥാനത്തായിരുന്നു. പക്ഷേ അതിന്റെ പ്രകമ്പനം അങ്ങ് കുച്ചിങ്ങിലെ ബ്രൂക്കിന്റെ കൊട്ടാരം വരെയെത്തി. സംഭവിച്ചതിതാണ്. ബ്രൂക്കിന്റെ നിർബന്ധപ്രകാരമാണ് രാജാ മുദ ഹാഷിമും കുടുംബവും തിരികെ ബ്രൂണയിലേക്ക് പോയത്. സുൽത്താനെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കാനും ബ്രിട്ടീഷുകാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും വേണ്ടിയായിരുന്നു അത്. പക്ഷേ ആ പാവം ഹാഷിം ചെന്ന് കയറിയത് സിംഹത്തിന്റെ മടയിലേക്കായിരുന്നു. സുൽത്താന്റെ മനസ്സ് വിഷം കുത്തിവെച്ച് മാറ്റപ്പെട്ടിരുന്നു. ഹാഷിം തിരിച്ചു വന്നിരിക്കുന്നത് സുൽത്താൻ സ്ഥാനം തട്ടിയെടുക്കാനാണ്. കൂടെ ആ വെള്ളക്കാരനുമുണ്ട് എന്ന് ശത്രുക്കൾ സുൽത്താനെ വിശ്വസിപ്പിച്ചു. അങ്ങനെ 1846 ഒരു രാത്രി സുൽത്താന്റെ ആജ്ഞപ്രകാരം ഹാഷിമിന്റെ വീട് വളഞ്ഞു. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. ഹാഷിം ഒരു ധീരനായിരുന്നു. ശത്രുക്കളുടെ കൈകൊണ്ട് അപമാനിക്കപ്പെട്ട് മരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അവാങ് കേട്ട ആ വാർത്ത ബ്രൂക്കിന്റെ നെഞ്ച് തകർക്കുന്നതായിരുന്നു. ഹാഷിം തന്റെ ഭാര്യമാരെയും കുട്ടികളെയും ഒരു മുറിയിലാക്കി. എന്നിട്ട് ഒരു വീപ്പ വെടിമരുന്നിന് തീ കൊളുത്തി. ശത്രുക്കൾക്ക് മുന്നിൽ തല കുനിക്കാതെ സ്വന്തം ചോരയിൽ ആ കുടുംബം വെന്തുമരിച്ചു. ഹാഷിമിന്റെ സഹോദരനായ ബദറുദ്ദീൻ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് തന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരമൂരി ഒരു അടിമയുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, "ഇത് സരവാക്കിലെ രാജാവിനെത്തിക്കണം. അദ്ദേഹത്തോട് പറയണം ഞാൻ കൊടുത്ത വാക്ക് തെറ്റിച്ചിട്ടില്ല എന്ന്." ആ മോതിരം ബ്രൂക്കിന്റെ കയ്യിൽ കിട്ടി. അതുവരെ നമ്മൾ കണ്ട ശാന്തനായ ജെയിംസ് ബ്രൂക്കിനെ അവിടെ കാണാതായി. പകരം
കണ്ണിൽ ചോരയില്ലാത്ത ഒരു പ്രതികാരദാനിയായി അദ്ദേഹം മാറി. തനിക്ക് അഭയം തന്ന, തന്നെ വിശ്വസിച്ച, തനിക്ക് രാജ്യം തന്ന സുഹൃത്തിനെ കൊന്നവരോട് ക്ഷമിക്കാൻ ബ്രൂക്കിന് കഴിയില്ലായിരുന്നു. ഇതിനൊരു മറുപടി കൊടുക്കണം. അത് വാക്കുകൊണ്ടാവില്ല, തീ കൊണ്ടായിരിക്കും. പക്ഷേ ബ്രൂണൈ സുൽത്താൻ എന്ന് പറയുന്നത് ചെറിയൊരു മീനല്ല, വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. ആയിരക്കണക്കിന് സൈനികരുണ്ട്, കോട്ടകളുണ്ട്. ബ്രൂക്കിന് ഒറ്റയ്ക്ക് പോയാൽ ജയിക്കില്ല. ഭാഗ്യത്തിന് ബ്രിട്ടീഷ് സാമ്രാജ്യം അപ്പോഴേക്കും ബ്രൂക്കിനെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. ബ്രൂക്കിന്റെ സഹായത്തിന് അഡ്മിറൽ തോമസ് കോക്രാൻ എത്തി. ഒന്നല്ല, രണ്ടല്ല, 7 യുദ്ധക്കപ്പലുകളും 2 വലിയ ആവിക്കപ്പലുകളും. അതിൽ HMS സ്പൈറ്റ്ഫുൾ, HMS ഫ്ലെഗത്തോൺ തുടങ്ങിയ രാക്ഷസന്മാരുണ്ടായിരുന്നു. അവാങ് ആ കപ്പൽ പടയെ നോക്കി നിന്നു. അതൊരു ഘോഷയാത്ര പോലെയായിരുന്നു. സരവാക് പുഴയിലൂടെ ബ്രുണൈ ലക്ഷ്യമാക്കി ആ പട നീങ്ങി. ബ്രൂക്ക് ആ കപ്പലിന്റെ മുൻപിൽ തന്നെ നിന്നു. ഇത്തവണ ആ മുഖത്ത് പുഞ്ചിരിയില്ല. അവാങ്ങിനും ആ യാത്രയിൽ ഒപ്പം പോകാൻ അവസരം കിട്ടി. വഴികൾ കാണിച്ചു കൊടുക്കാൻ മലയ് ഭാഷ അറിയാവുന്നവരുടെ സഹായം അവർക്ക് ആവശ്യമായിരുന്നു. ബ്രുണൈ പുഴയുടെ കവാടത്തിൽ വെച്ച് സുൽത്താന്റെ സൈന്യം അവരെ തടഞ്ഞു. പുഴയിൽ കുറുകെ വലിയ മരത്തടികൾ ചങ്ങലയിട്ടു പൂട്ടിയിട്ടിരിക്കുന്നു. കരയിൽ നിറയെ പീരങ്കികൾ, ബാറ്ററീസ്. സുൽത്താൻ കരുതിയിരുന്നത് ഈ വെള്ളക്കാരെ ഇവിടെ വെച്ച് തകർക്കാമെന്നാണ്. പക്ഷേ ബ്രിട്ടീഷ് നാവികസേനയുടെ ശക്തി സുൽത്താൻ അറിയില്ലായിരുന്നു. യുദ്ധം തുടങ്ങി. ഭും ഭും. കപ്പലിലെ പീരങ്കികൾ തീതുപ്പി. സുൽത്താന്റെ കോട്ടകൾ ചീട്ടുകുട്ടാരം പോലെ തകർന്നു വീണു. ആവിക്കപ്പലുകൾ ആ മരത്തടികളുടെ തടസ്സം തകർത്ത് മുന്നോട്ടു പാഞ്ഞു. അവാങ് വിചാരിച്ചത് ഇതൊരു നീണ്ട യുദ്ധമാകുമെന്നാണ്. പക്ഷേ ആധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ സുൽത്താന്റെ പഴയ വാളും പരിചയും എത്ര നേരം പിടിച്ചു നിൽക്കാൻ. കപ്പലുകൾ തലസ്ഥാനത്തേക്കടുത്തു. സുൽത്താൻ ഒമർ അലി സൈഫുദ്ദീൻ, ആ പേടിത്തൊണ്ടൻ, കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലായപ്പോൾ ചെയ്തതെന്താണെന്നോ? അയാൾ കൊട്ടാരം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. സ്വന്തം ജനങ്ങളെയും പട്ടാളത്തെയും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടിയ രാജാവ്. ബ്രൂക്കും സൈന്യവും ബ്രുണൈ നഗരത്തിലിറങ്ങി. അവിടെ ആകെ ശൂന്യതയായിരുന്നു. ജനങ്ങൾ പേടിച്ചൊളിച്ചിരിക്കുന്നു. ബ്രൂക്ക് നേരെ പോയത് സുൽത്താന്റെ കൊട്ടാരത്തിലേക്കാണ്, ഇസ്താന. ആ വലിയ ഹാളിൽ അദ്ദേഹം കയറി. അവിടെ ആരുമില്ല, സിംഹാസനം ഒഴിഞ്ഞുകിടക്കുന്നു. പക്ഷേ ബ്രൂക്കിന്റെ മനസ്സ് നിറയെ ഹാഷിമിന്റെ ഓർമ്മകളായിരുന്നു. എന്റെ സുഹൃത്തെ, നിനക്ക് വേണ്ടി ഞാൻ ഈ നഗരം പിടിച്ചടക്കിയിരിക്കുന്നു. പക്ഷേ നീ മാത്രം കൂടെയില്ലല്ലോ. അവാങ് ബ്രൂക്കിനെ ശ്രദ്ധിച്ചു. ആ വലിയ വിജയത്തിലും അദ്ദേഹം തലകുനിച്ചു നിൽക്കുകയാണ്. പ്രതികാരം ചെയ്തു, പക്ഷേ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടില്ലല്ലോ. ബ്രൂക്ക് സുൽത്താനെ തേടി കാട്ടിലേക്ക് ആളുകളെ അയച്ചു. പക്ഷേ ആരും സുൽത്താനെ ഉപദ്രവിച്ചില്ല. അവസാനം സുൽത്താൻ കീഴടങ്ങി. മാപ്പപേക്ഷിച്ച് സുൽത്താൻ സന്ദേശമയച്ചു: എന്നെ കൊല്ലരുത്, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. അങ്ങനെ ചരിത്രപ്രസിദ്ധമായ മറ്റൊരു കരാർ കൂടി ഒപ്പിട്ടു. സുൽത്താൻ തന്റെ തെറ്റുകൾ സമ്മതിച്ചു. മാത്രമല്ല, ലാബുവാൻ എന്ന ദ്വീപ് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. ബ്രൂക്കിനെ സരവാക്കിന്റെ പൂർണ്ണ സ്വതന്ത്ര രാജാവായി അംഗീകരിച്ചു. അതുവരെ ബ്രൂക്ക് സുൽത്താന്റെ കീഴിലുള്ള ഒരു സാമന്ത രാജാവ് മാത്രമായിരുന്നു. എന്നാൽ 1846 ഈ യുദ്ധത്തോടെ സരവാക്ക് ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. ജെയിംസ് ബ്രൂക്ക് ആ രാജ്യത്തിന്റെ പരമാധികാരിയും. തിരികെ വരുമ്പോൾ അവാങ് കണ്ടത് ബ്രൂക്കിന്റെ മുഖത്തെ മാറ്റമാണ്. അതുവരെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരന്റെ തിളക്കം പോയിരിക്കുന്നു. പകരം ജീവിതത്തിന്റെ ഭാരം പേറുന്ന ഒരു പക്വതയുള്ള ഭരണാധികാരിയെ അവിടെ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, അനുഭവങ്ങളാണ് മനുഷ്യനെ പരുവപ്പെടുത്തുന്നത് എന്ന്. ബ്രൂക്കിപ്പോൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത്, അധികാരമെന്നത് എത്ര വലിയ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ. സരവാക്കിൽ തിരിച്ചെത്തിയ ബ്രൂക്കിനെ ജനങ്ങൾ ആർപ്പുവിളികളോടെ സ്വീകരിച്ചു. രാജാ ബ്രൂക്ക് നീണാൾ വാഴട്ടെ. പക്ഷേ വിധിയുടെ വിരോധാഭാസം നോക്കണേ. പുറത്തെ ശത്രുക്കൾ തീർന്നപ്പോൾ ബ്രൂക്കിനെ കാത്തിരുന്നത് സ്വന്തം നാട്ടിൽ നിന്നുള്ള കുത്തുവാക്കുകളായിരുന്നു. അതും ബോർണിയോയിൽ നിന്നല്ല, ഇംഗ്ലണ്ടിൽ നിന്ന്. ബ്രൂക്ക് ഇവിടെ രാജാവായി ഭരിക്കുമ്പോഴും ഇംഗ്ലണ്ടിലെ ചില ആളുകൾക്ക് അത് പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ബ്രിട്ടീഷ് പൗരൻ എങ്ങനെ സ്വന്തമായി ഒരു രാജ്യം ഭരിക്കും? അയാൾ അവിടെ കാട്ടാളന്മാരെ കൊന്നൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങി. അവാങ്ങിനിതൊന്നും അറിയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ബ്രൂക്ക് അവരുടെ രക്ഷകനാണ്. പക്ഷെ വരാനിരിക്കുന്ന നാളുകൾ ബ്രൂക്കിന് മാനസികമായി വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. മാത്രമല്ല, സരവാക്കിലെ കാടുകളിൽ ഇനിയും മിരങ്ങാത്ത ചില സിംഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു റെൻടാപ്പ്. അതൊരു മനുഷ്യനല്ല, ഒരു കാട്ടുതീയായിരുന്നു.
വെള്ളക്കാരൻ രാജാവായാൽ എനിക്കെന്താ, ഞാൻ എൻ്റെ കാട്ടിൽ രാജാവാണ് എന്ന് പ്രഖ്യാപിച്ച ധിക്കാരിയായ ഒരു ഗോത്രത്തലവൻ. ബ്രൂക്കിൻ്റെ അടുത്ത പോരാട്ടം അവനോടായിരുന്നു. തോക്കും പീരങ്കിയും കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റാത്ത ആത്മാഭിമാനത്തിൻ്റെ പോരാട്ടം. അവാങ് ഒരിക്കൽ കൂടി ആയുധമെടുക്കാൻ നിർബന്ധിതനാവുകയാണ്. റെൻടാപ്പിൻ്റെ മലമുകളിലെ കോട്ടയിലേക്ക്, മേഘങ്ങൾക്ക് മുകളിലുള്ള യുദ്ധത്തിലേക്ക്. അങ്ങനെ കടലിലെയും പുഴയിലെയും ശത്രുക്കൾ ഒതുങ്ങി, സുൽത്താനും മെരുങ്ങി. പക്ഷേ സറവാക്കിൻ്റെ യഥാർത്ഥ വെല്ലുവിളി ഇനിയാണ് വരാൻ പോകുന്നതെന്ന് അവാങ്ങിന് അറിയില്ലായിരുന്നു. കടൽ ശാന്തമാണെങ്കിലും കാടങ്ങനെയല്ലല്ലോ. അതിനുള്ളിൽ എന്തൊക്കെ ഒളിച്ചിരിപ്പുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇത്തവണ പ്രശ്നം വന്നത് പുഴയിൽ നിന്നല്ല, ആകാശം മുട്ടി നിൽക്കുന്ന മലമുകളിൽ നിന്നാണ്. അവിടെ ബുക്കിത് സാദോഖ് എന്ന് പറയുന്ന ഒരു വലിയ മലയുണ്ട്. നമ്മുടെ വയനാട്ടിലെ ചെമ്പ്രപ്പീക്കൊക്കെ പോലെ, പക്ഷെ അതിനേക്കാളും കുത്തനെയുള്ള, കയറാൻ പറ്റാത്ത അത്രയും ദുർഘടമായ ഒരു മല. അതിൻ്റെ മുകളിൽ ഒരുത്തനിരിപ്പുണ്ട്. പേര് റെൻടാപ്പ്. യഥാർത്ഥ പേര് ലിബാവ് എന്നാണെങ്കിലും ആളുകൾ അവനെ വിളിച്ചിരുന്നത് റെൻടാപ്പ് എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥമെന്താണെന്നോ? ലോകത്തെ പിടിച്ചുകുലുക്കുന്നവൻ, എർത്ത് ഷേക്കർ. അവാങ് അതുവരെ കണ്ട ശത്രുക്കളെപ്പോലെ ആയിരുന്നില്ല റെൻടാപ്പ്. അവനൊരു പഴയ ഇബാൻ പോരാളിയാണ്. വയസ്സ് കുറേയായി, പക്ഷെ ആ ശരീരത്തിൽ ഇപ്പോഴും ഉരുക്കിൻ്റെ കരുത്താണ്. അവൻ്റെ ആദർശം ലളിതമായിരുന്നു: അഗി ഇഡുപ് അഗി ngelaban. മലയാളത്തിൽ പറഞ്ഞാൽ, ജീവനുള്ളിടത്തോളം കാലം ഞാൻ പൊരുതിക്കൊണ്ടേയിരിക്കും. ബ്രൂക്ക് സറവാക്കിൽ കൊണ്ടുവന്ന നിയമങ്ങളൊന്നും റെൻടാപ്പിന് ഇഷ്ടപ്പെട്ടില്ല. തലവെട്ടാൻ പാടില്ല, നികുതി മുടുക്കണം, സമാധാനമായി ജീവിക്കണം. ഇതൊക്കെ കേട്ടപ്പോൾ റെൻടാപ്പ് പുച്ഛിച്ചു തള്ളി. ആരാണീ വെള്ളക്കാരൻ? കടലിൽ നിന്ന് വന്നവൻ കടലിൽ ഭരിച്ചാൽ മതി. ഈ കാടും മലയും എൻ്റേതാണ്. ഇവിടെ എൻ്റെ നിയമം നടക്കും. റെൻടാപ്പ് ചെയ്തതെന്താണെന്ന് വെച്ചാൽ, തൻ്റെ അനുയായികളെയും കൂട്ടി ആ മലയുടെ ഏറ്റവും മുകളിൽ മേഘങ്ങൾക്കിടയിൽ ഒരു വലിയ കോട്ട കെട്ടി. കോട്ടയെന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടുള്ളതല്ല, അയൺ വുഡ് എന്ന് പറയുന്ന ഇരുമ്പിനേക്കാൾ ഉറപ്പുള്ള മരത്തടികൾ കൊണ്ടുള്ള കോട്ട. നമ്മുടെ നാട്ടിലെ തേക്കൊക്കെ ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. വെടിയുണ്ട കൊണ്ടാൽ പോലും തുളച്ചു കയറാത്ത അത്രയും കട്ടിയുള്ള മരം. അവിടെ ഇരുന്നു കൊണ്ട് റെൻടാപ്പ് താഴെയുള്ള ബ്രൂക്കിൻ്റെ കോട്ടകളെ ആക്രമിക്കാൻ തുടങ്ങി. ഇത് ജെയിംസ് ബ്രൂക്കിന് വലിയൊരു തലവേദനയായി. രാജ്യം മൊത്തം സമാധാനമായി വരുമ്പോഴാണ് മൂക്കിന് താഴെ ഇങ്ങനെ ഒരുത്തൻ വെല്ലുവിളിക്കുന്നത്. ബ്രൂക്ക് തൻ്റെ വിശ്വസ്തനായ അനന്തരവൻ, സഹോദരിയുടെ മകൻ ചാൾസ് ബ്രൂക്കിനെ വിളിച്ചു. ജെയിംസ് ബ്രൂക്കിന് കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല. അതുകൊണ്ട് അനന്തരവന്മാരായിരുന്നു കാര്യങ്ങൾ നോക്കിയിരുന്നത്. ജെയിംസ് പറഞ്ഞു, ചാൾസ്, ആ മലമുകളിലെ ശല്യം നമുക്ക് അവസാനിപ്പിക്കണം. റെൻടാപ്പിനെ പിടിച്ചു കെട്ടണം. അവാങ്ങും ആ വലിയ സൈന്യത്തിൻ്റെ കൂടെ ചേർന്നു. പക്ഷെ ഇത്തവണ അവാങ്ങിൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം പുഴയിലെ യുദ്ധം പോലെയല്ല ഇത്. ഇടുങ്ങിയ കാട്ടുപാതകൾ, അട്ടയും പാമ്പും നിറഞ്ഞ ചതുപ്പുകൾ, അത് കഴിഞ്ഞ് കുത്തനെയുള്ള കയറ്റം. മുകളിലേക്ക് നോക്കിയാൽ തല കറങ്ങും. നമ്മുടെ ശബരിമലയിലെ വലിയ പാതയൊക്കെ ഇതിൻ്റെ മുന്നിൽ വെറും നിസ്സാരം. സൈന്യം മല കയറാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകൾ തോക്കും പീരങ്കിയുമായി. പക്ഷേ റെൻടാപ്പ് മുകളിലിരുന്ന് ചിരിക്കുകയായിരുന്നു. അവനൊറ്റയ്ക്കല്ല, അവൻ്റെ കോട്ടയിൽ ഒരു വലിയ പീരങ്കിയുണ്ടായിരുന്നു. ബുജാങ് ടിംപാങ് എന്നായിരുന്നു അവൻ ആ പീരങ്കിക്കിട്ടിരുന്ന പേര്. ബ്രൂക്കിൻ്റെ സൈന്യം പകുതി വഴി എത്തിയപ്പോഴേക്കും മുകളിൽ നിന്ന് ആക്രമണം തുടങ്ങി. വെടിയുണ്ടകൾ മാത്രമല്ല, വലിയ പാറക്കല്ലുകളും വിഷം പുരട്ടിയ മരത്തടികളും മുകളിൽ നിന്ന് ഉരുട്ടിവിട്ടു. ആ ഇടുങ്ങിയ വഴിയിൽ സൈന്യത്തിന് അനങ്ങാൻ പറ്റിയില്ല. ആളുകൾ ചിതറിയോടി. പലരും പാറയിടുക്കിൽ വീണു മരിച്ചു. അവാങ് ഒരു വലിയ മരത്തിൻ്റെ വേരിനു പിന്നിൽ ഒളിച്ചിരുന്നു. മുകളിൽ നിന്ന് റെൻടാപ്പിൻ്റെ അലർച്ച കേൾക്കാം: വരൂ വെള്ളക്കാരൻ്റെ പട്ടികളെ, വന്നെൻ്റെ തലയെടുത്തുകൊണ്ടുപോകൂ. ആ ദിവസം സറവാക്കിൻ്റെ ചരിത്രത്തിൽ ഒരു നാണക്കേടായി മാറി. വെള്ളക്കാരുടെ തോക്കിനും പീരങ്കിക്കും റെൻടാപ്പിനെ തൊടാൻ പോലും പറ്റിയില്ല. സൈന്യം പിന്തിരിഞ്ഞോടി. തോൽവി. അജേയനെന്ന് കരുതിയിരുന്ന വൈറ്റ് രാജാവിൻ്റെ സൈന്യം ഒരു കാട്ടുപോരാളിയുടെ മുന്നിൽ തോറ്റുമടങ്ങിയിരിക്കുന്നു. തിരികെ കുച്ചിങ്ങിലെത്തിയപ്പോൾ ചാൾസ് ബ്രൂക്കിൻ്റെ മുഖം കറുത്തിരുണ്ടിരുന്നു. ജെയിംസ് ബ്രൂക്കിനും അത് വലിയ ക്ഷീണമായി. ഇവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഇത് മറ്റുള്ളവർക്കും ധൈര്യം കൊടുക്കും. റെൻടാപ്പ് ഇപ്പോൾ വെറുമൊരു വിമതനല്ല, ഒരു ഹീറോ ആയി മാറിയിരിക്കുന്നു. കാട്ടിലെ എല്ലാ ഗോത്രങ്ങളും അവനെ ആരാധിക്കാൻ തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. 1857, 1858 കാലഘട്ടം. ഒന്നല്ല രണ്ടല്ല,
പലതവണ ബ്രൂക്കിന്റെ സൈന്യം ആ മല കയറാൻ നോക്കി. ഓരോ തവണയും റൻഡാപ്പ് അവരെ തുരത്തിയോടിച്ചു. വെള്ളക്കാരന് കടലിലെ വഴിയേ അറിയൂ, കാട്ടിലെ വഴി അറിയില്ല എന്ന് ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ജെയിംസ് ബ്രൂക്കിന് വയസ്സായി വരികയായിരുന്നു. ആരോഗ്യം മോശമായി. നാട് ഭരിക്കുന്നതിൻ്റെ ടെൻഷനും ഇംഗ്ലണ്ടിൽ നിന്നുള്ള വിമർശനങ്ങളും അദ്ദേഹത്തെ തളർത്തിയിരുന്നു. പക്ഷേ ആ വാശി അതുമാത്രം പോയില്ല. ആ മല എനിക്ക് വേണം, റൻഡാപ്പിൻ്റെ കോട്ട എനിക്ക് കത്തിക്കണം. അവാങ് ഇപ്പോൾ മുതിർന്ന ഒരാളാണ്. അവൻ്റെ മുടി നരച്ചു തുടങ്ങി. അവനോർത്തു, ഈ യുദ്ധം എന്ന് അവസാനിക്കും? നമ്മൾ ജയിക്കുമെന്ന് വിചാരിക്കുമ്പോഴെല്ലാം പുതിയ ശത്രുക്കൾ വരുന്നു. പക്ഷേ ചാൾസ് ബ്രൂക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം ഒരു പുതിയ പദ്ധതിയിട്ടു. റൻഡാപ്പിൻ്റെ കോട്ട തകർക്കാൻ നമ്മുടെ കയ്യിലുള്ള ചെറിയ തോക്കുകൾ പോരാ, നമുക്ക് വലിയൊരു സാധനം വേണം. അങ്ങനെ അവർ ഒരു ഭീമൻ പീരങ്കി കൊണ്ടുവന്നു. അതിൻ്റെ പേര് സൺബീം. 12 പൗണ്ട് ഭാരമുള്ള ഇരുമ്പുണ്ടകൾ പായിക്കാൻ കഴിയുന്ന ഭീകരൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ഭാരമുള്ള പീരങ്കി എങ്ങനെയാ കുത്തനെയുള്ള മലയുടെ മുകളിലെത്തിക്കും? നമ്മുടെ നാട്ടിൽ ആനയെക്കൊണ്ട് തടിപിടിപ്പിക്കുന്നത് പോലെ എളുപ്പമല്ല അത്. വഴിയില്ല, വെറും പാറക്കെട്ടുകൾ മാത്രം. അവാങ് ആ പീരങ്കി കണ്ടപ്പോൾ തലയിൽ കൈവച്ചുപോയി. ഇത് നടക്കില്ല പ്രഭോ, മനുഷ്യന്മാരെക്കൊണ്ടിത് ചുമക്കാൻ പറ്റില്ല. പക്ഷേ ചാൾസ് ബ്രൂക്ക് പറഞ്ഞു, ഇത് ചുമന്നേ പറ്റൂ. 500 അല്ല 1000 പേർ ചേർന്നെങ്കിലും ഇതിനെ മുകളിലെത്തിക്കണം. അങ്ങനെ അവസാനത്തെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. വർഷം 1861. ഇത്തവണ തോൽക്കാൻ ബ്രൂക്കിന്റെ സൈന്യം തയ്യാറല്ലായിരുന്നു. നാട്ടുകാരും പട്ടാളക്കാരും ചേർന്ന് ഉറുമ്പുകൾ ആഹാരം ചുമക്കുന്നതുപോലെ ആ വലിയ പീരങ്കി വലിച്ചു മല കയറാൻ തുടങ്ങി. മുകളിൽ റൻഡാപ്പ് തന്റെ കോട്ടയിൽ കാത്തിരിക്കുന്നു. അവനറിയാം ഇത്തവണ വരുന്നത് ചെറിയ കളിയല്ല എന്ന്. പക്ഷേ അവൻ ഭയന്നില്ല. അവൻ തന്റെ പീരങ്കിയിൽ വെടിമരുന്ന് നിറച്ചു. വരട്ടെ, ആരാണ് ജയിക്കുന്നതെന്ന് നോക്കാം. അവാങ് ആ യാത്രയിൽ കൂടെയുണ്ടായിരുന്നു. ഓരോ ചുവടും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്ര. രാത്രികളിൽ കാട്ടിൽ കിടന്നുറങ്ങുമ്പോൾ മുകളിൽ നിന്ന് റൻഡാപ്പിൻ്റെ കോട്ടയിലെ തീപ്പന്തങ്ങൾ നക്ഷത്രങ്ങളെപ്പോലെ കാണാം. അതൊരു വെല്ലുവിളിയായിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ എന്ന് പറയുന്ന പോലെ. ദിവസങ്ങൾ നീണ്ട കഷ്ടപ്പാടിനൊടുവിൻ അവർ റൻഡാപ്പിൻ്റെ കോട്ടയുടെ അടുത്തെത്തി. ഇനിയൊരൊറ്റ കടമ്പ കൂടി. ആ അയൺ വുഡ് കൊണ്ടുള്ള മതിൽ തകർക്കണം. ചാൾസ് ബ്രൂക്ക് ഉത്തരവിട്ടു, പീരങ്കി റെഡിയാക്കൂ. സൺബീം റെഡിയായി. അപ്പുറത്ത് റൻഡാപ്പിൻ്റെ ബുജാങ് സാദോക്കും റെഡി. 2 പീരങ്കികൾ, 2 ആദർശങ്ങൾ. ഒന്ന് പുതിയ കാലത്തിൻ്റെ ആയുധം, മറ്റേത് പഴയ കാലത്തിൻ്റെ വീര്യം. ആ മലമുകളിൽ വെച്ച് നടന്ന അന്തിമ പോരാട്ടം അത് വെറും വെടിവെപ്പായിരുന്നില്ല. അത് സറവാക്കിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അധ്യായത്തിൻ്റെ അവസാനമായിരുന്നു. ആ കോട്ട തകർന്നു വീണപ്പോൾ അതിനൊപ്പം വീണത് റൻഡാപ്പ് എന്ന വ്യക്തിയായിരുന്നില്ല, മറിച്ച് സറവാക്കിലെ പഴയ ഗോത്രവീര്യത്തിൻ്റെ അവസാനത്തെ കോട്ടയായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? ആ വലിയ സ്ഫോടനത്തിൻ്റെ കഥയും റൻഡാപ്പിൻ്റെ അവസാനവും അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയും. കാരണം ശത്രുവാണെങ്കിലും റൻഡാപ്പ് ഒരു വലിയ മനുഷ്യനായിരുന്നു. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത, ഒടുങ്ങാത്ത വീര്യമുള്ള ഒരു പച്ച മനുഷ്യൻ. മേഘങ്ങളെ തൊട്ടുനിൽക്കുന്ന ബുക്കിത് സാദോക് മലയുടെ മുകളിൽ സരവാക്കിൻ്റെ ചരിത്രം മാറ്റിയെഴുതാൻ പോകുന്ന ആ നിമിഷത്തിൽ ഒരു വശത്ത് തങ്ങൾ അജേയരാണെന്ന് വിശ്വസിക്കുന്ന കാടിൻ്റെ മക്കളായ ഇബാൻ പോരാളികളും അവരുടെ തലവൻ റൻഡാപ്പും, മറുവശത്ത് ആധുനിക ആയുധങ്ങളും സൺബീം എന്ന ഭീമൻ പീരങ്കിയുമായി ചാൾസ് ബ്രൂക്കിൻ്റെ സൈന്യം. 1861 ഒക്ടോബർ 28. അന്ന് ഉച്ചതിരിഞ്ഞ സമയം. മലമുകളിൽ നല്ല കാറ്റുണ്ട്. കോടമഞ്ഞ് മാറി വെയിൽ തെളിഞ്ഞു വരുന്നതേയുള്ളൂ. അവാങ് ആ വലിയ പീരങ്കിയുടെ പിന്നിൽ വെടിമരുന്ന് ചുമന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ്റെ ഹൃദയം ധക്കും ധക്കുമെന്നിടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ വെടിക്കെട്ടുപുരയ്ക്ക് തീ പിടിക്കാൻ പോകുന്നതിന് തൊട്ടുമുമ്പുള്ളൊരവസ്ഥയില്ലേ? എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്ന ആ നിമിഷം. റൻഡാപ്പിൻ്റെ കോട്ടയതാ മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു. ഇരുമ്പുമനം, അയൺവുഡ് അല്ലെങ്കിൽ ബെലിയൻ കൊണ്ടു തീർത്ത ആ മതിൽ കണ്ടാൽ തോന്നും ഭൂമി പിളർന്നാലും അതനങ്ങില്ല എന്ന്. ചാൾസ് ബ്രൂക്ക് തൻ്റെ വാളുയർത്തി. ഫയർ! ആ മലമുകളിൽ ഇടിമുഴക്കമുണ്ടായി. സൺബീം ഗർജിച്ചു. ഭുദ്ധും! ഭൂമി കുലുങ്ങി. ആ 12 പൗണ്ട് ഇരുമ്പുണ്ട വായു കീറിമുറിച്ചു പാഞ്ഞു ചെന്ന് റൻഡാപ്പിൻ്റെ കോട്ടയുടെ മതിലിലിടിച്ചു. സാധാരണ തോക്കുകൾ കൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതിരുന്ന ആ മരത്തടികൾ ചില്ല് കഷ്ണം പോലെ ചിതറിത്തെറിച്ചു. അകത്തുണ്ടായിരുന്ന ഇബാൻ പോരാളികൾ ഞെട്ടിപ്പോയി.
അവർ വിശ്വസിച്ചിരുന്നത് തങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾ സംരക്ഷിക്കുന്ന ആ കോട്ട തകർക്കാൻ ഒരു വെള്ളക്കാരൻ്റെയും ആയുധത്തിന് കഴിയില്ലെന്നായിരുന്നു. പക്ഷേ ആ വിശ്വാസമാണവിടെ തകർന്നത്. തുടർച്ചയായി വെടിയുണ്ടകൾ പാഞ്ഞുചെന്നു. കോട്ടയുടെ ഒരു വശം പൂർണ്ണമായും തകർന്നു. ചാൾസ് ബ്രൂക്കിന്റെ സൈന്യം വിളിച്ചോണ്ടുവാടാ ആ കിഴവനെ എന്ന ആവേശത്തിൽ കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറി. അവാങ്കും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. റെൻടാപ്പിന്റെ പ്രിയപ്പെട്ട പീരങ്കി ബുജാങ് ടിംപാങ് തകർന്നു കിടക്കുന്നു. അതിന്റെ ഗണ്ണർ വെടിവെപ്പുകാരൻ മരിച്ചു കിടക്കുന്നു. അവന്റെ ചോര ആ പീരങ്കിയിൽ പടർന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരും തിരഞ്ഞത് ഒരാളെയാണ്, റെൻടാപ്പ്. ആ കാട്ടുരാജാവ് എവിടെ? അവർ കോട്ടയുടെ മുക്കും മൂലയും അരിച്ചു പെറുക്കി. പക്ഷേ റെൻടാപ്പിനെ കാണാനില്ല. അവൻ ആ പുകപടലങ്ങൾക്കിടയിലൂടെ കാടിന്റെ ഉള്ളിലേക്ക് മാഞ്ഞുപോയിരുന്നു. തോൽവി സമ്മതിച്ച് കീഴടങ്ങാൻ ആ മനുഷ്യൻ തയ്യാറല്ലായിരുന്നു. എന്റെ ജീവനുള്ളിടത്തോളം ഞാൻ കീഴടങ്ങില്ല എന്നു പറഞ്ഞ വാക്ക് അവൻ പാലിച്ചു. അവൻ കാടിന്റെ ആഴങ്ങളിലേക്ക് പോയി. അവിടെ എവിടെയോ വെച്ച് പിന്നീട് മരിച്ചു എന്ന് പറയപ്പെടുന്നു. അവനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും അവന്റെ ശക്തി അതോടെ അവസാനിച്ചു. ആ ദിവസം വൈകുന്നേരം ആ വലിയ കോട്ടയ്ക്ക് ചാൾസ് ബ്രൂക്ക് തീ കൊടുത്തു. മലമുകളിൽ ഒരു വലിയ അഗ്നിപർവ്വതം പൊട്ടിയതുപോലെ ആ തീ ജ്വലിച്ചു. താഴ്വാരങ്ങളിലുള്ളവർക്ക് ആ വെളിച്ചം കാണാമായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, തീർന്നു, പഴയ കാലം തീർന്നു. ഇനി സരവാക്കിൽ ബ്രൂക്കിന്റെ കൊടി മാത്രമേ പറക്കൂ. അവാങ് ആ തീയിലേക്ക് നോക്കി നിന്നു. ഒരു യുഗം അവസാനിക്കുകയാണ്. റെൻടാപ്പ് എന്ന വലിയ ശത്രു പോയി. പക്ഷേ യുദ്ധം ജയിച്ച് താഴെ ഇറങ്ങിയ ചാൾസ് ബ്രൂക്കിനും കുച്ചിങ്ങിൽ കാത്തിരിക്കുന്ന ജെയിംസ് ബ്രൂക്കിനും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ശത്രുക്കൾ തീർന്നപ്പോൾ സ്വന്തം ശരീരവും മനസ്സും തളരാൻ തുടങ്ങി. നമ്മുടെ ജെയിംസ് ബ്രൂക്ക് ആ പഴയ ചുറുചുറുക്കുള്ള യുവാവല്ല ഇപ്പോൾ. വയസ്സായി, മുഖത്ത് ചുളിവുകൾ വീണു. ഏറ്റവും സങ്കടകരമായ കാര്യം, അദ്ദേഹത്തിന് പക്ഷാഘാതം, സ്ട്രോക്ക് വന്നു. ഒരു വശം തളർന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടി വടികുത്തി നടക്കുന്ന അവസ്ഥ. 1863 ബ്രൂക്ക് ഒരു വലിയ തീരുമാനമെടുത്തു. എനിക്കിനി വയ്യ, ഈ നാടിനെ നയിക്കാൻ എനിക്ക് പഴയതുപോലെ കരുത്തില്ല. അദ്ദേഹം സറവാക്കിന്റെ ഭരണം തന്റെ അനന്തരവനായ ചാൾസ് ബ്രൂക്കിനെ ഏൽപ്പിച്ചു. ചാൾസ് ജെയിംസിനെ പോലെയല്ല. ജെയിംസ് ഒരു സ്വപ്നജീവിയായിരുന്നു, റൊമാൻറ്റിക്കായിരുന്നു. ജനങ്ങളെ സ്നേഹിച്ച, അവരോട് വർത്തമാനം പറഞ്ഞിരുന്നയാളായിരുന്നു. പക്ഷെ ചാൾസ് ഒരു പട്ടാളക്കാരനാണ്, കാർക്കശ്യക്കാരൻ, ചിരിക്കാൻ മടിയുള്ളവൻ. പക്ഷെ സറവാക്കിന് അപ്പുറം വേണ്ടത് അങ്ങനെയൊരാളെയായിരുന്നു. ജെയിംസ് ബ്രൂക്ക് സറവാക്കിൽ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചു, ഇംഗ്ലണ്ടിലേക്ക്, തന്റെ അവസാന നാളുകൾ കഴിച്ചുകൂട്ടാൻ. അവാങ്ങിന് ആ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല. കുച്ചിങ്ങിലെ തുറമുഖത്ത് റെയിൻബോ എന്ന കപ്പൽ തയ്യാറായി നിൽക്കുന്നു. നാട്ടുകാർ മുഴുവൻ അവിടെ കൂടിയിട്ടുണ്ട്. അവാങ് ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നിലെത്തി. ജെയിംസ് ബ്രൂക്കിനെ പല്ലക്കിലാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് നടക്കാൻ വയ്യായിരുന്നു. അദ്ദേഹം കപ്പലിലേക്ക് കയറുന്നതിനു മുമ്പൊന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടം, 20 വർഷം മുമ്പ് റോയലിസ്റ്റ് എന്ന കപ്പലിൽ ഒരു ചെറുപ്പക്കാരനായി വന്നിറങ്ങിയ ആ തീരം. ഇന്നിതൊരു കാടായിരുന്നു. ഇന്നിതൊരു രാജ്യമാണ്. അന്നവിടെ തലവെട്ടുന്നവരും കൊള്ളക്കാരുമായിരുന്നു. ഇന്നവിടെ സമാധാനമായി ജീവിക്കുന്ന കർഷകരും കച്ചവടക്കാരുമാണ്. അവാങ്ങിന്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രഭു, അങ്ങ് പോവുകയാണോ? ബ്രൂക്കിന്റെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. അദ്ദേഹം കൈവീശിയില്ല, വെറുതെ ഒന്ന് തലയാട്ടി. ആ കണ്ണുകളിൽ സങ്കടമായിരുന്നില്ല, മറിച്ചൊരു കൃതാർത്ഥതയായിരുന്നു. ഞാൻ എന്റെ ജോലി ചെയ്തു എന്ന സംതൃപ്തി. കപ്പൽ നീങ്ങിത്തുടങ്ങി. അവാങ്ങും മറ്റായിരക്കണക്കിന് ആളുകളും കരയിൽ നിന്ന് കൈവീശി. പലരും കരയുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പഴയ തറവാട്ടുകാരനവർ മരിക്കുമ്പോഴുണ്ടാകുന്നൊരു ശൂന്യതയില്ലേ? ആരും മിണ്ടാതെ, പരസ്പരം നോക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന അവസ്ഥ. അതായിരുന്നു അന്ന് സറവാക്കിൽ. ജെയിംസ് ബ്രൂക്ക് പോയി. ഇംഗ്ലണ്ടിലെ ഡെവൻഷെയർ എന്ന സ്ഥലത്തുള്ള തന്റെ ചെറിയ വീട്ടിൽ വെച്ച് 1868 അദ്ദേഹം മരിച്ചു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ബ്രൂക്ക് പോയെങ്കിലും അദ്ദേഹം നട്ടവിത്ത് അവിടെ വളരുകയായിരുന്നു. ഇനി വരുന്നത് 2ാം തലമുറയുടെ കാലമാണ്, ചാൾസ് ബ്രൂക്കിന്റെ കാലം. അതൊരൊന്നൊന്നര കാലമായിരുന്നു. ജെയിംസ് ബ്രൂക്ക് അടിത്തറയിട്ടെങ്കിൽ ചാൾസ് ബ്രൂക്ക് അവിടെ കെട്ടിപ്പൊക്കിയത് വലിയൊരു സാമ്രാജ്യമാണ്. പക്ഷേ ചാൾസിന്റെ ഭരണരീതി വേറെയായിരുന്നു. അവാങ്ങിന്റെ മകൻ ഇപ്പോൾ ഒരു യുവാവാണ്. അവനാണിനി കഥയിലെ സാക്ഷി. അവന്റെ പേര് ബജാങ്. ബജാങ് കാണാൻ പോകുന്നത് സരവാക്കിന്റെ വികസനമാണ്. റോഡുകൾ വരുന്നു, നിയമങ്ങൾ വരുന്നു, വെള്ളം വരുന്നു.
പക്ഷേ അതോടൊപ്പം വെള്ളക്കാരന്റെ നിയമങ്ങൾ കൂടുതൽ കർക്കശമാകുന്നു. ചാൾസ് ബ്രൂക്ക് ഒരു വിചിത്ര മനുഷ്യനായിരുന്നു. അദ്ദേഹം സരവാക്കിലെ സ്ത്രീകൾ ഇംഗ്ലീഷ് വസ്ത്രം ധരിക്കുന്നത് നിരോധിച്ചു. നിങ്ങൾ നിങ്ങളുടെ പരമ്പരാഗത വസ്ത്രം ധരിച്ചാൽ മതി, സായിപ്പമാരെ അനുകരിക്കണ്ട എന്നദ്ദേഹം പറഞ്ഞു. അതുപോലെ മിഷണറിമാർ വന്ന് മതപരിവർത്തനം നടത്തുന്നത് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചില്ല. എന്റെ ജനങ്ങൾ അവരുടെ സംസ്കാരത്തിൽ ജീവിച്ചാൽ മതി. അവാങ്ങിന്റെ മകൻ ബജാങ്ങിന് ഇത് അത്ഭുതമായി തോന്നി. ഇയാളെന്താ ഇങ്ങനെ? സാധാരണ വെള്ളക്കാർ വന്നാൽ അവരുടെ മതം അടിച്ചേൽപ്പിക്കുമല്ലോ. ഇയാൾ നേരെ തിരിച്ചാണല്ലോ. അതെ, ചാൾസ് ബ്രൂക്ക് സരവാക്കിനെ സ്നേഹിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. പക്ഷേ സരവാക്കിന്റെ സമാധാനം കെടുത്താൻ വേറൊരു ദുരന്തം വരുന്നുണ്ടായിരുന്നു. മനുഷ്യരല്ല, മറിച്ച് പ്രകൃതി. വലിയൊരു പകർച്ചവ്യാധി, കോളറ. നമ്മുടെ നാട്ടിൽ പണ്ട് വസൂരി വന്നപ്പോൾ ആളുകൾ പിടഞ്ഞു മരിച്ച കഥകൾ കേട്ടിട്ടില്ലേ? അതിനേക്കാളും ഭീകരമായിരുന്നു അത്. ഗ്രാമങ്ങൾ മുഴുവൻ ശവപ്പറമ്പായി മാറി. അവാങ്ങിന്റെ കുടുംബത്തിലും അത് ബാധിച്ചു. മരണം വീട്ടുവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ രാജാവിനും പട്ടാളത്തിനും എന്തു ചെയ്യാൻ പറ്റും? ആ കറുത്ത നാളുകളെക്കുറിച്ചും അതിനെ സരവാക്ക് എങ്ങനെ അതിജീവിച്ചുവെന്നും നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ജെയിംസ് ബ്രൂക്കിന്റെ കാലം കഴിഞ്ഞു. ഇനി കടുപ്പമേറിയ ചാൾസിന്റെ കാലം. രാജ്യം വലുതാവുകയാണ്, ഒപ്പം പ്രശ്നങ്ങളും. അവാങ്ങിന്റെ മകൻ ബജാങ് പുഴക്കരയിലെ ആ വലിയ മരത്തണലിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ അപ്പൻ, നമ്മുടെ പഴയ അവാങ്, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആ വലിയ മനുഷ്യൻ സരവാക്കിന്റെ മണ്ണോട് ചേർന്നു. ജെയിംസ് ബ്രൂക്ക് പോയതിനു പിന്നാലെ അവാങ്ങും യാത്രയായി. ഒരു യുഗം അവസാനിച്ചതുപോലെ. ഇപ്പോൾ ബജാങ്ങിന്റെ ഊഴമാണ്. അവൻ നോക്കുമ്പോൾ സരവാക്ക് ആകെ മാറിയിരിക്കുന്നു. പുഴയിലൂടെ ഇപ്പോൾ വെറും വള്ളങ്ങൾ മാത്രമല്ല, പുകതുപ്പുന്ന ആവിക്കപ്പലുകൾ നിരന്തരം ഓടുന്നു. കൊച്ചിൻ നഗരം വലുതായി. കടകൾ വന്നു, കെട്ടിടങ്ങൾ വന്നു. പക്ഷേ ഭരിക്കുന്ന രാജാവ് ആള് വേറെയാണ്. ചാൾസ് ബ്രൂക്ക്, രണ്ടാം വൈറ്റ് രാജ. അപ്പൻ പറഞ്ഞു കേട്ട ജെയിംസ് ബ്രൂക്കിനെ പോലെ ചിരിക്കുന്ന, എല്ലാവരോടും തോളിൽ കൈയിട്ട് സംസാരിക്കുന്ന ആളല്ല ഇദ്ദേഹം. നമ്മുടെ നാട്ടിലെ പഴയ ഹെഡ്മാസ്റ്റർമാരെ ഓർമ്മയില്ലേ? കയ്യിലെപ്പോഴും ഒരു ചൂരലും മുഖത്ത് ഗൗരവവുമായി നടക്കുന്നവർ. കുട്ടികൾ കണ്ടാൽ പേടിച്ചു വഴിമാറും. അതുപോലെയാണ് ചാൾസ്. ചിരിക്കാൻ പിശുക്കുള്ളവൻ. അധികം സംസാരിക്കില്ല, പക്ഷെ പ്രവൃത്തിയിൽ പുലിയാണ്. ബജാങ്ങിന് ഓർമ്മയുണ്ട്, ജെയിംസ് രാജാവ് പോയപ്പോൾ എല്ലാവരും കരുതി ഇനി സരവാക്ക് തകരും എന്ന്. പക്ഷേ ചാൾസ് വന്നതോടെ കാര്യങ്ങൾ ടൈറ്റായി. അദ്ദേഹം രാവിലെ എഴുന്നേൽക്കും, കുതിരപ്പുറത്ത് നാട് ചുറ്റും, കണക്കുകൾ നോക്കും, ഉദ്യോഗസ്ഥരെ വിറപ്പിക്കും. ഏറ്റവും രസകരമായ കാര്യം, ഈ വെള്ളക്കാരൻ സായിപ്പ് ജീവിച്ചിരുന്നത് ഒരു ഇംഗ്ലീഷുകാരനെ പോലെ ആയിരുന്നില്ല, മറിച്ച് ഒരു കാട്ടുവാസിയെപ്പോലെയായിരുന്നു. കാട്ടിലെ ഇബാൻ ഗോത്രക്കാരുടെ കൂടെ അവരുടെ നീളൻ വീടുകളിൽ പോയി കിടന്നുറങ്ങാനും അവരുടെ ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തിന് ഒരു മടിയുമില്ലായിരുന്നു. അതുകൊണ്ട് കാട്ടിലെ ഗോത്രങ്ങൾക്ക് അദ്ദേഹത്തോട് ഒരു പ്രത്യേക ബഹുമാനമായിരുന്നു. ഇവൻ നമ്മളിൽ ഒരാളാണ് എന്നവർ വിശ്വസിച്ചു. പക്ഷേ മനുഷ്യരെ പേടിപ്പിച്ച ആ രാജാവിനെ പോലും വിറപ്പിച്ച ഒരു ശത്രു അന്ന് സരവാക്കിൽ വന്നെത്തി. വാളുകൊണ്ടോ തോക്കുകൊണ്ടോ നേരിടാൻ പറ്റാത്ത ശത്രു. കോളറ. മലയാളത്തിൽ നമ്മൾ വിസൂചിക എന്ന് പറയും. അക്കാലത്ത് അതൊരു മരണമണിയായിരുന്നു. ഒരു ദിവസം രാവിലെ ബജാങ്ങിന്റെ അയൽവക്കത്തെ ഒരു ചേച്ചിക്ക് വയറുവേദന തുടങ്ങി. നമ്മുടെ നാട്ടിലെ പോലെ എന്തെങ്കിലും ദഹനക്കേടായിരിക്കും എന്ന് കരുതി കഷായം വെച്ചുകൊടുത്തു. പക്ഷേ ഉച്ചയായപ്പോഴേക്കും ആള് തളർന്നു വീണു. വൈകുന്നേരമായപ്പോഴേക്കും മരിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ, ദൈവമേ, അതോർക്കാൻ പോലും ബജാങ്ങിന് പേടിയാണ്. കാറ്റിലൂടെയാണോ വെള്ളത്തിലൂടെയാണോ വരുന്നതെന്ന് ആർക്കും അറിയില്ല. ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് മരണം പടർന്നു. രാവിലെ സംസാരിച്ചു നിന്നവർ വൈകുന്നേരം ശവമായി മാറുന്നു. കുച്ചിങ് നഗരം ഒരു പ്രേത നഗരമായി. കടകളടച്ചു. ആളുകൾ വീടിനുള്ളിൽ കതകടച്ചിരുന്നു. പുഴയിലൂടെ ഒഴുകിവരുന്ന ശവങ്ങൾ. അടക്കാൻ പോലും ആളില്ലാതെ കൂട്ടത്തോടെ കുഴിച്ചിടേണ്ടി വന്ന അവസ്ഥ. ബജാങ്ങിന്റെ കൊച്ചുമകനും ആ അസുഖം വന്നു. ആ കുഞ്ഞു ശരീരം വെട്ടിച്ചുരുളുന്നത് കണ്ട് നിൽക്കാനേ ആ അച്ഛന് കഴിഞ്ഞുള്ളൂ. മരുന്നില്ല, പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുമില്ല. ആ സമയത്താണ് ചാൾസ് ബ്രൂക്കിന്റെ കടുക്കമേറിയ ഭരണം ഗുണം ചെയ്തത്. മറ്റൊരു ഭരണാധികാരിയായിരുന്നെങ്കിൽ സ്വന്തം ജീവൻ ഭയന്ന് നാടുവിട്ട് ഓടിയേനെ. പക്ഷെ ചാൾസ് ഓടിയില്ല. അദ്ദേഹം കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നു. രോഗമുള്ള വീടുകൾ അടച്ചിടുക, ആരും പുറത്തിറങ്ങരുത്, പുഴയിലെ വെള്ളം തിളപ്പിച്ചേ കുടിക്കാവൂ. അദ്ദേഹം സ്വന്തം പട്ടാളത്തെ ഇറക്കി കാര്യങ്ങൾ നിയന്ത്രിച്ചു.
ക്രൂരമാണെന്ന് തോന്നും, പക്ഷേ ആ കർക്കശ്യം കൊണ്ടാണ് സറവാക്ക് മുഴുവനായി നശിക്കാതിരുന്നത്. മാസങ്ങൾ നീണ്ട നരകയാതനയ്ക്ക് ശേഷം ആ മഹാമാരി ഒന്നൊതുങ്ങി. ബജാങ് തൻ്റെ മകൻ്റെ കൊച്ചു കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് കരഞ്ഞു. പക്ഷേ ജീവിതം മുന്നോട്ടു പോയേ തീരൂലോ. സറവാക്ക് സാവധാനം എഴുന്നേറ്റു നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് രാജാവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. ഈ കല്ലുപോലെയുള്ള മനുഷ്യൻ്റെ ഉള്ളിലും ഒരു പ്രണയമുണ്ടായിരുന്നു എന്ന് ജനങ്ങൾ അറിയുന്നത് അപ്പോഴാണ്. ഇംഗ്ലണ്ടിൽ പോയി വന്ന ചാൾസ് ബ്രൂക്ക് കൂടെ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു, മാർഗരറ്റ് ഡേവിഡ്. 20 വയസ്സ് മാത്രം പ്രായമുള്ള സുന്ദരിയായ ഒരു ഇംഗ്ലീഷ് പെൺകുട്ടി. ചാൾസിനപ്പോൾ 40-ന് മുകളിൽ പ്രായമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഇതെന്ത് പൊരുത്തം എന്നാളുകൾ രഹസ്യമായി ചോദിച്ചു. ആ പെൺകുട്ടിക്ക് സറവാക്ക് കണ്ട അന്തം വിട്ടുപോയി കാണും. കാടും മലയും പരുക്കനായ ഭർത്താവും. പക്ഷേ ആ പ്രണയത്തിന് ഒരു സ്മാരകം അവിടെ ഉയർന്നു. അതാണ് ഇന്നും കുച്ചിങ്ങിലെ പുഴക്കരയിൽ തല ഉയർത്തി നിൽക്കുന്ന ദ അസ്താന, രാജാവ് തൻ്റെ രാജ്ഞിക്കു വേണ്ടി പണിത കൊട്ടാരം. പഴയ രാജാവിൻ്റെ തടിവീട് മാറ്റി ഇഷ്ടികയും ഓടും കൊണ്ട് പണിത മനോഹരമായൊരു സൗധം. അതിന് 3 കെട്ടിടങ്ങളുണ്ട്. അവയെ തമ്മിൽ ബന്ധിപ്പിക്കാൻ നടപ്പാതകളുണ്ട്. ബജാങ് ആ പണി നടക്കുമ്പോൾ അവിടെ പോയിരുന്നു. അവൻ കണ്ടു ആ കർക്കശനായ രാജാവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പൂന്തോട്ടമുണ്ടാക്കുന്നതും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജനലുകൾ മാറ്റിവെക്കുന്നതും. ഓ, ഈ കരിങ്കല്ലിനും ഉരുകാനറിയാം അല്ലേ എന്ന് ബജാങ് അത്ഭുതപ്പെട്ടു. റാണി മാർഗരറ്റ് വന്നതോടെ കൊട്ടാരത്തിലെ അന്തരീക്ഷം മാറി. പാട്ടും ചിരിയും കേട്ടു തുടങ്ങി. റാണി പിയാനോ വായിക്കുമായിരുന്നു. ആ സംഗീതം സരവാക്ക് പുഴയിലൂടെ ഒഴുകി നടന്നു. അവർ നാട്ടുകാരോട് സംസാരിക്കാൻ തുടങ്ങി. മലയ് ഭാഷ പഠിച്ചു. ബജാങ്ങിൻ്റെ ഭാര്യ ഒരിക്കൽ റാണിയെ കണ്ട കാര്യം പറഞ്ഞു. അവർ നമ്മുടെ വസ്ത്രം, അതായത് സരോങ്, ഉടുത്തു, നമ്മുടെ ഭക്ഷണം കഴിച്ചു. സായിപ്പിൻ്റെ ഭാര്യയാണെന്ന ജാടയൊന്നുമില്ല. സരവാക്കിലെ ജനങ്ങൾ റാണിയെ സ്നേഹിക്കാൻ തുടങ്ങി. അവർക്ക് ദയാങ് എന്നൊരു വിളിപ്പേരും കിട്ടി. പക്ഷേ സമാധാനം അധിക നാൾ നീണ്ടു നിന്നില്ല. ചാൾസ് ബ്രൂക്കിൻ്റെ രക്തത്തിൽ യുദ്ധമുണ്ടായിരുന്നു. സരവാക്ക് വലുതാകണം, അതിരുകൾ വികസിക്കണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. വടക്കോട്ട് നോക്കിയാൽ ബ്രൂണൈ സുൽത്താൻ്റെ ബാക്കി പ്രദേശങ്ങൾ കിടപ്പുണ്ട്. ചാൾസ് അതിലേക്ക് കണ്ണുവെച്ചു. നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോലെ, പക്ഷേ ഇത് തോക്ക് കാണിച്ചാണെന്ന് മാത്രം. സുൽത്താനെ, ആ ബാറം പുഴയുടെ പ്രദേശം കൂടെ എനിക്ക് വേണം. അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഞാൻ നോക്കിക്കോളാം. സുൽത്താന് കൊടുക്കാൻ മനസ്സില്ല. പക്ഷേ ചാൾസ് വിടുമോ? അദ്ദേഹം തന്ത്രങ്ങൾ മെനഞ്ഞു, നയതന്ത്രം ഉപയോഗിച്ചു, ഇടയ്ക്ക് കുറച്ച് ഭീഷണിപ്പെടുത്തി. അങ്ങനെ സരവാക്കിൻ്റെ ഭൂപടം വടക്കോട്ട് നീളാൻ തുടങ്ങി. ഇതിനിടയിൽ ബജാങ് മറ്റൊരു മാറ്റം ശ്രദ്ധിച്ചു. പണ്ട് ജെയിംസ് രാജാവിൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാർ മാത്രമേ ഉദ്യോഗസ്ഥരായി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചാൾസ് നാട്ടുകാരെയും പഠിപ്പിച്ച് ഉദ്യോഗസ്ഥരാക്കാൻ തുടങ്ങി. നമ്മുടെ നാട് നമ്മൾ തന്നെ ഭരിക്കണം എന്നൊരു ചിന്ത. പക്ഷെ നിയമങ്ങൾ, അത് പറയാതിരിക്കുന്നതാണ് ഭേദം. മോഷ്ടിച്ചാൽ ചാട്ടവാറടി, കൊന്നാൽ തൂക്കിലേറ്റം, കടുപ്പമേറിയ ശിക്ഷകൾ. കുച്ചിങ്ങിലെ ജയിൽ എപ്പോഴും നിറഞ്ഞു നിന്നു. ഒരു ദിവസം ബജാങ് നഗരത്തിൽ പോയപ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം കണ്ടു. എന്താണെന്ന് നോക്കിയപ്പോൾ പരസ്യമായി ഒരു ശിക്ഷ നടപ്പാക്കുകയാണ്. ഒരു ചൈനീസ് കച്ചവടക്കാരൻ കള്ളക്കടത്ത് നടത്തിയതിന് പിടിക്കപ്പെട്ടതാണ്. രാജാവിൻ്റെ പോലീസ് അവനെ നടു റോഡിൽ വെച്ച് ശിക്ഷിക്കുന്നു. അത് കണ്ടപ്പോൾ ബജാങ്ങിൻ്റെ ഉള്ളൊന്ന് കാളി. ജെയിംസ് രാജാവ് സ്നേഹം കൊണ്ടാണ് ഭരിച്ചത്. ചാൾസ് രാജാവ് പേടി കൊണ്ടാണ് ഭരിക്കുന്നത്. എന്നാലും ആ പേടി കാരണം ആരും ആരെയും ഉപദ്രവിക്കാതായി. വഴിയിൽ സ്വർണം വീണാൽ പോലും ആരും എടുക്കാത്തത്രയും സത്യസന്ധത അവിടെ വന്നു എന്നു പറഞ്ഞാൽ വിശ്വസിക്കുമോ? കാലം പിന്നെയും ഉരുണ്ടുപോയി. സറവാക്ക് സാമ്പത്തികമായി വളർന്നു. കാട്ടിൽ നിന്ന് റബ്ബറും കുരുമുളകും കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. പിന്നെ എണ്ണ. അതെ, സറവാക്കിൻ്റെ മണ്ണിൽ കറുത്ത പൊന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കാലം. മിറി എന്ന സ്ഥലത്ത് എണ്ണക്കിണറുകൾ കുഴിക്കാൻ തുടങ്ങി. ബജാങ്ങിൻ്റെ മക്കൾക്ക് ഇനി പഴയതുപോലെ മീൻ പിടിക്കേണ്ടി വരില്ല. അവർക്ക് പുതിയ ജോലികൾ കിട്ടാൻ തുടങ്ങി. പക്ഷേ ചാൾസ് ബ്രൂക്കിന് വയസ്സായി വരികയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണ് ഒരു പരുന്തിനെപ്പോലെ ഇപ്പോഴും സജീവമാണ്. പക്ഷെ ശരീരം വഴങ്ങുന്നില്ല. മാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. റാണി മാർഗരറ്റ് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയി. രാജാവിൻ്റെ കടുപ്പമേറിയ സ്വഭാവം സഹിക്കാൻ അവർക്കും കഴിഞ്ഞില്ല. മക്കൾ തമ്മിൽ അധികാരത്തിനു വേണ്ടി തല്ലുപിടിക്കാൻ തുടങ്ങി. മൂത്ത മകൻ വൈനർ ബ്രൂക്ക്,
ഇളയവൻ ബെർട്രാം. രാജാവിനിഷ്ടം ഇളയവനെയാണ്, പക്ഷെ നിയമപ്രകാരം മൂത്തവൻ രാജാവാകണം. നമ്മുടെ മഹാഭാരത കഥയിലെ പോലെ ഒരു കുടുംബവഴക്ക്. ബജാങ് ഇപ്പോൾ വയസ്സായി തൻ്റെ കൊച്ചുമക്കളോട് പറയും, മക്കളെ, ഈ രാജാവ് ഒരു ഇരുമ്പാണ്, തുരുമ്പെടുക്കാത്ത ഇരുമ്പ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കൾ, അവർ വെറും തകരമാണോ എന്ന് കണ്ടറിയണം. ആ ഇടയ്ക്കാണ് ലോകം മുഴുവൻ ഞെട്ടിച്ച ആ സംഭവം നടന്നത്. 1914 ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. സറവാക്കിലെ കാട്ടിലിരിക്കുന്നവർക്ക് അതൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിൻ്റെ അലയൊലികൾ ഇവിടെയുമെത്തി. യുദ്ധം അതെവിടെ നടന്നാലും പാവങ്ങളെ ബാധിക്കുമല്ലോ. വിലക്കയറ്റം, ക്ഷാമം, അരി കിട്ടാതായി, തുണി കിട്ടാതായി. ബജാങ്ങിൻ്റെ കുടുംബം പട്ടിണിയിലേക്ക് വീഴുമോ എന്ന് ഭയന്നു. പക്ഷേ ചാൾസ് ബ്രൂക്ക് അപ്പോഴും തളർന്നില്ല. 90 വയസ്സാകാറായ ആ കിഴവൻ രാജാവ് അപ്പോഴും തൻ്റെ കുതിരപ്പുറത്ത് കയറി നാട് ചുറ്റുമായിരുന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചു, നമ്മുടെ മണ്ണിൽ വിളയുന്നതുകൊണ്ട് നമ്മൾ ജീവിക്കും, ആരെയും ആശ്രയിക്കേണ്ട. അദ്ദേഹം ജനങ്ങളെ കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു. നെല്ല് നടൂ, ചേമ്പ് നടൂ, പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ആ യുദ്ധകാലവും സറവാക്ക് അതിജീവിച്ചു. പക്ഷേ 1917 മെയ് മാസത്തിലെ ഒരു തണുപ്പുള്ള രാവിലെ സറവാക്ക് പുഴ നിശ്ചലമായി. കൊട്ടാരത്തിൽ നിന്ന് ഒരു മണി മുഴങ്ങി. അതൊരു മരണമണിയായിരുന്നു. നീണ്ട 50 വർഷം സറവാക്കിനെ തൻ്റെ ഉരുക്കുമുഷ്ടിയിൽ ഒതുക്കി ഭരിച്ച ആധുനിക സറവാക്കിൻ്റെ ശില്പി ചാൾസ് ബ്രൂക്ക് അന്തരിച്ചു. ബജാങ് ആ വാർത്ത കേട്ടപ്പോൾ കരഞ്ഞില്ല. പകരം അവൻ ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി. ഒരു വലിയ മരം വീണു. ഇനി വെയിൽ മേരിട്ടടിക്കും. അത് താങ്ങാനുള്ള കരുത്ത് പുതിയ രാജാവിനുണ്ടാകുമോ? വൈനർ ബ്രൂക്ക്, മൂന്നാമത്തെയും അവസാനത്തെയും വൈറ്റ് രാജ. അദ്ദേഹത്തിൻ്റെ കാലം അതാഘോഷങ്ങളുടെയും പിന്നീട് വലിയൊരു ദുരന്തത്തിൻ്റെയും കാലമായിരുന്നു. സറവാക്കിൻ്റെ ആകാശം കറുക്കാൻ പോകുകയാണ്, ജപ്പാൻകാരുടെ രൂപത്തിൽ. നമുക്കടുത്ത ഭാഗത്തിൽ ആഡംബരത്തിൻ്റെ നാളുകളിലേക്കും അതിനുശേഷം വന്ന യുദ്ധത്തിൻ്റെ ഭീകരതയിലേക്കും പോകാം. വൈറ്റ് രാജാക്കന്മാരുടെ കഥയുടെ അവസാന അധ്യായങ്ങൾ തുടങ്ങുകയാണ്. നമ്മുടെ പഴയ ബജാങ്ങിൻ്റെ കാലം കഴിഞ്ഞ് ഇപ്പോൾ കഥ പറയുന്നത് അവൻ്റെ മകൻ സുലോങ് ആണ്. സുലോങ് ഒരു പുതിയ കാലത്തിൻ്റെ പ്രതിനിധിയാണ്. അവൻ്റെ മുത്തച്ഛൻ അവാങ് മീൻപിടുത്തക്കാരനായിരുന്നു, അച്ഛൻ ബജാങ് കർഷകനായിരുന്നു. എന്നാൽ സുലോങ് കുച്ചിങ്ങിലെ പുതിയ സർക്കാർ ഓഫീസിൽ ഗുമസ്തനായി ജോലി ചെയ്യുന്ന, വെള്ളയുടുപ്പും പാൻറ്റും ധരിക്കുന്ന, കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു യുവാവ്. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കുച്ചിങ് നഗരം ആകെ മാറിയിരിക്കുന്നു. പഴയ തടി വീടുകൾക്ക് പകരം ഇഷ്ടിക കെട്ടിടങ്ങൾ. റോഡിലൂടെ കുതിരവണ്ടികൾ മാത്രമല്ല, ഫോർഡ് കമ്പനിയുടെ മോട്ടോർ കാറുകളും ഓടുന്നു. വൈകുന്നേരമായാൽ തെരുവ് വിളക്കുകൾ കത്തും. എണ്ണവിളക്കല്ല, സാക്ഷാൽ ഇലക്ട്രിസിറ്റി. നമ്മുടെ നാട്ടിൽ പണ്ട് കറണ്ട് വന്നപ്പോൾ എല്ലാവരും അന്തം വിട്ടു നോക്കി നിന്നില്ലേ? സ്വിച്ചിട്ടാൽ വെളിച്ചം വരുന്ന മാജിക്. അതേ അത്ഭുതമായിരുന്നു അന്ന് സറവാക്കിലും. ഇതിനൊക്കെ കാരണം പുതിയ രാജാവാണ്, ചാൾസ് വൈനർ ബ്രൂക്ക്, മൂന്നാമത്തെ വൈറ്റ് രാജ. സുലോങ്ങിന് ഇദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. കാരണം ഇദ്ദേഹം പഴയ രാജാവിനെ പോലെ കാർക്കശ്യക്കാരനല്ല. അപ്പൻ ചാൾസ് ബ്രൂക്ക് ഒരു ഉണങ്ങിയ മരക്കഷ്ണം പോലെയായിരുന്നെങ്കിൽ മകൻ വൈനർ ഒരു പൂമ്പാറ്റയെ പോലെയായിരുന്നു. ജീവിതം ആസ്വദിക്കാൻ അറിയാവുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന് കുതിരപ്പന്തയം ഇഷ്ടമായിരുന്നു, ചൂതാട്ടം ഇഷ്ടമായിരുന്നു, സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു. ഭരണകാര്യങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം താൽപ്പര്യം കാണിച്ചത് ഇത്തരം കാര്യങ്ങളിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ റാണി സിൽവിയ ഒരു സിനിമാ നടിയെപ്പോലെ സുന്ദരിയായിരുന്നു. അവർ കൊട്ടാരത്തിൽ പാർട്ടികൾ നടത്തി. ഇംഗ്ലണ്ടിൽ നിന്ന് പ്രശസ്തരായ എഴുത്തുകാരും കലാകാരന്മാരും സറവാക്കിലേക്ക് വന്നു. വൈനർ രാജാവിനും സിൽവിയയ്ക്കും 3 പെൺമക്കളായിരുന്നു. അവരെ ലോകം വിളിച്ചത് ദ 3 ഗ്രേസസ് എന്നാണ്: ലിയനോറ, എലിസബത്ത്, നാൻസി. ഇവർ വെറും രാജകുമാരിമാരല്ല, സെലിബ്രിറ്റികളായിരുന്നു. അവരുടെ പ്രേമകഥകളും വിവാഹങ്ങളും ഇംഗ്ലണ്ടിലെ പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. സുലോങ് പത്രത്തിൽ ഇവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ വിചാരിക്കും, നമ്മുടെ രാജാവ് എത്ര വലിയ ആളാണ്, ലോകം മുഴുവൻ ഇവരെപ്പറ്റി സംസാരിക്കുന്നു. സറവാക്ക് സാമ്പത്തികമായി വലിയ നിലയിലെത്തി. റബ്ബറിനും കുരുമുളകിനും നല്ല വില. മിറിയിലെ എണ്ണക്കിണറുകളിൽ നിന്ന് പണം ഒഴുകുന്നു. ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു. ജനങ്ങളുടെ കയ്യിലും കാശു വന്നു. സുലോങ്ങിനെ പോലെയുള്ളവർ സിനിമാ ടാക്കീസുകളിൽ പോയി ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ കണ്ട് ചിരിച്ചു. ഇനി നമുക്ക് ദുരിതമില്ല, എന്നും ഇതുപോലെ ആഘോഷമായിരിക്കും. അതായിരുന്നു എല്ലാവരുടെയും വിചാരം.
വർഷം 1941. സറവാക്കിൽ വൈറ്റ് രാജാക്കന്മാർ ഭരണം തുടങ്ങിയിട്ട് 100 വർഷം തികയുന്ന ശതാബ്ദി. ഇതൊരു വലിയ സംഭവമാക്കാൻ വൈനർ രാജാവ് തീരുമാനിച്ചു. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ഇനി അധികാരം എനിക്കു മാത്രമല്ല, ജനങ്ങൾക്കും ഇതിൽ പങ്കുണ്ടാകും. അങ്ങനെ 1941 സറവാക്കിന് സ്വന്തമായൊരു ഭരണഘടന ലഭിച്ചു. രാജാവിൻ്റെ അധികാരം കുറച്ചു. ജനപ്രതിനിധികൾക്ക് അധികാരം കൊടുത്തു. നാട് മുഴുവൻ ഉത്സവമായിരുന്നു. വെടിക്കെട്ട്, ഘോഷയാത്ര, വിരുന്ന്. സുലോങ് ആ ഘോഷയാത്രയിൽ മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്നു. ഞങ്ങളുടെ രാജാവ് നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യം കുച്ചിങ്ങിലെ തെരുവുകളിൽ മുഴങ്ങി. പക്ഷേ ആ ആഘോഷങ്ങളുടെ ലഹരിയിൽ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ടായിരുന്നു. കിഴക്കുനിന്ന് വീശിയ കാറ്റിന് വെടിമരുന്നിൻ്റെ മണമുണ്ടായിരുന്നു. ചൈനയിൽ ജപ്പാൻകാർ നടത്തുന്ന യുദ്ധത്തിൻ്റെ വാർത്തകൾ ഇടയ്ക്കിടെ പത്രങ്ങളിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും അത് കാര്യമാക്കിയില്ല. ജപ്പാനോ? അവരെങ്ങനെ ഇവിടെ വരാനാണ്? സിംഗപ്പൂരിൽ നമ്മുടെ ബ്രിട്ടീഷ് സിംഹമിരിപ്പില്ലേ? അതായിരുന്നു വിശ്വാസം. ബ്രിട്ടീഷ് നാവികസേനയുടെ കരുത്തിൽ അവർ അമിതമായി വിശ്വസിച്ചു. പ്രിൻസ് ഓഫ് വെയിൽസ്, റിപ്പൾസ് എന്നീ 2 ഭീമൻ യുദ്ധക്കപ്പലുകൾ സിംഗപ്പൂരിലുണ്ട്. അതുള്ളിടത്തോളം കാലം ഒരു ജപ്പാൻകാരനും ഇങ്ങോട്ട് നോക്കാൻ പോലും ധൈര്യപ്പെടില്ല എന്ന് സുലോങ്ങും കൂട്ടുകാരും ചായക്കടയിലിരുന്ന് തർക്കിച്ചു. പക്ഷേ 1941 ഡിസംബർ മാസം എല്ലാം തകിടം മറിഞ്ഞു. ഡിസംബർ 16 ജപ്പാൻ മിറി എന്ന എണ്ണലകരത്തിലടുത്തു. അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ എണ്ണക്കിണറുകൾക്ക് തീയിട്ടു. ജപ്പാൻകാർക്ക് എണ്ണ കിട്ടരുത് എന്നതായിരുന്നു ലക്ഷ്യം. ആകാശം മുഴുവൻ കറുത്ത പുക. മിറി വീണു. ഇനി ലക്ഷ്യം കുച്ചിങ്ങാണ്. ഇവിടെയാണ് സെരവാക്കിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ സംഭവം നടക്കുന്നത്. വൈനർ രാജാവ് തൻ്റെ ജനങ്ങളെ ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞാനിവിടെ നിന്നാൽ ജപ്പാൻകാരെന്നെ പിടിച്ചു കൊന്നുകളയും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് നാട് അവർക്ക് എഴുതി കൊടുപ്പിക്കും. അതിലും നല്ലത് ഞാൻ മാറി നിൽക്കുന്നതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായീകരണം. പക്ഷേ സുലോങ്ങിനും നാട്ടുകാർക്കും അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. 100 വർഷം ഞങ്ങളെ സംരക്ഷിച്ച രാജാക്കന്മാർ ആപത്തു വന്നപ്പോൾ ഞങ്ങളെ തനിച്ചാക്കി പോകുകയാണോ? നമ്മുടെ ക്യാപ്റ്റൻ കപ്പൽ മുങ്ങുമ്പോൾ ആദ്യം ജാടി രക്ഷപ്പെടുന്നതുപോലെ ആ വേദന സരവാക്കിലെ ജനങ്ങളുടെ നെഞ്ചിൽ ഒരു മുറിവായി മാറി. രാജാവ് പോയി, റാണി പോയി. ഇപ്പോൾ കുച്ചിങ്ങിൽ സുലോങ്ങും അവൻ്റെ ജനങ്ങളും മാത്രം. ഡിസംബർ 19 ആകാശത്ത് ജപ്പാൻ വിമാനങ്ങൾ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. സൈറൻ മുഴങ്ങി. സുലോങ് പേടിച്ച് മേശയ്ക്കടിയിലൊളിച്ചു. ബോംബുകൾ വീഴാൻ തുടങ്ങി. നഗരത്തിൻ്റെ പല ഭാഗങ്ങളും തകർന്നു. കുട്ടികൾ കരയുന്നു, സ്ത്രീകൾ ഓടുന്നു. ആരും രക്ഷിക്കാനില്ലാത്തൊരവസ്ഥ. ഡിസംബർ 24 ക്രിസ്തുമസ് തലേന്ന്. കുച്ചിങ് നഗരം നിശബ്ദമാണ്. പക്ഷേ ആ നിശബ്ദത ഭയത്തിൻ്റേതായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും നഗരത്തിൻ്റെ അതിർത്തിയിൽ ജപ്പാൻ പട്ടാളമെത്തി. കാക്കി യൂണിഫോം, തൊപ്പിയിൽ നക്ഷത്രം, കയ്യിൽ നീളൻ തോക്കും അതിൽ തിളങ്ങുന്ന ബയണറ്റ്. അവർ നഗരത്തിലേക്ക് മാർച്ച് ചെയ്തു. അവരെ തടയാൻ ആരുമുണ്ടായിരുന്നില്ല. സരവാക്ക് റേഞ്ചേഴ്സ് അല്പം ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും വെറും മണിക്കൂറുകൾക്കുള്ളിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. സുലോങ് തൻ്റെ വീടിൻ്റെ ജനലിലൂടെ ആ കാഴ്ച കണ്ടു. കൊട്ടാരത്തിലെ വൈറ്റ് രാജാവിൻ്റെ പതാക താഴ്ത്തി. പകരം ജപ്പാന്റെ ഉദയസൂര്യൻ പതാക ഉയർന്നു. ഒരു യുഗം അവസാനിച്ചു. 100 വർഷത്തെ വെള്ള രാജാക്കന്മാരുടെ ഭരണം ഒരു വൈകുന്നേരം കൊണ്ടില്ലാതായി. പക്ഷേ ജപ്പാൻകാരുടെ ഭരണം അത് വൈറ്റ് രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല. അത് ക്രൂരമായിരുന്നു, വളരെ ക്രൂരം. ഏഷ്യക്കാർക്ക് എന്ന മുദ്രാവാക്യവുമായാണ് അവർ വന്നതെങ്കിലും അവർ പെരുമാറിയത് മൃഗങ്ങളെപ്പോലെയായിരുന്നു. പിറ്റേന്ന് മുതൽ നിയമങ്ങൾ മാറി. എല്ലാവരും ജാപ്പനീസ് സമയം പാലിക്കണം. ജപ്പാൻ പട്ടാളക്കാരെ കണ്ടാൽ തലകുനിച്ചു വണങ്ങണം. ബൗ. വണങ്ങിയില്ലെങ്കിൽ മുഖത്തടിക്കും, അല്ലെങ്കിൽ ബയണറ്റ് കൊണ്ടു കുത്തും. സുലോങ്ങിന്റെ ഓഫീസിലെ ഇംഗ്ലീഷുകാരായ ഉദ്യോഗസ്ഥരെ മുഴുവൻ അവർ പിടിച്ചുകൊണ്ടുപോയി. അവരെ ബാദു ലിന്താങ് എന്ന തടവറയിലടച്ചു. അവിടെ നടന്ന പീഡനങ്ങൾ
ആഹാരമില്ല, മരുന്നില്ല. പട്ടിണി കിടന്ന് എല്ലും തോലുമായ ആളുകൾ മരിച്ചു വീണു. സുലോങ്ങിനെ പോലെയുള്ള നാട്ടുകാർക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. പക്ഷെ ശമ്പളമില്ല. പകരം കുറച്ച് അരിയും ബനാന മണി എന്ന ജപ്പാൻകാർ ഇളക്കിയ വാല്യൂ ഇല്ലാത്ത നോട്ടിയും മാത്രം. ഭക്ഷണം കിട്ടാതായി. ഇറച്ചി എന്നത് സ്വപ്നം മാത്രമായി. ആളുകൾ എലി, പാമ്പ്, ഒച്ച് എന്നിവയെ വരെ തിന്നാൻ തുടങ്ങി. സുലോങ്ങിന്റെ അയൽവാസിയായ ഒരു വൃദ്ധൻ വിശപ്പ് സഹിക്കാതെ തെരുവിലെ പുല്ലു പറിച്ചു തിന്നുന്നത് അവൻ കണ്ടു. ദൈവമേ, എന്തിനായിരുന്നു ഞങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം തന്നത്? പഴയ രാജാവുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന ആളുകൾ രഹസ്യമായി പറഞ്ഞു. 3.5 വർഷം സരവാക്ക് ഇരുട്ടിലായിരുന്നു. ഈ സമയത്താണ് സരവാക്കിലെ ഗോത്രവർഗക്കാർ വീണ്ടും ഉണർന്നത്. ജപ്പാൻകാർ കാട്ടിൽ കയറി അവരുടെ അരിയും പെണ്ണുങ്ങളെയും പിടിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ പഴയ റെൻഡാപ്പിന്റെ പിന്മുറക്കാർ കറങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും അവരുടെ പഴയ ആയുധങ്ങൾ പുറത്തെടുത്തു. മാൻഡാവു, പാരങ് ഇലാങ്, തലവെട്ടുന്ന വാൾ, ബ്ലോ പൈപ്പ്, വിഷം പുരട്ടിയ അമ്പ്. ജപ്പാൻകാർക്ക് കാടറിയില്ലല്ലോ. കാട്ടിലൂടെ പോകുന്ന ജപ്പാൻ പട്രോളിംഗ് സംഘങ്ങളെ കാണാതാവാൻ തുടങ്ങി. തിരക്കിച്ചെന്നവർ കണ്ടത് തലയില്ലാത്ത ജപ്പാൻ പട്ടാളക്കാരുടെ മൃതദേഹങ്ങളാണ്. പഴയ തലവെട്ടൽ ആചാരം ഒരു സ്വാതന്ത്ര്യ സമരമായി തിരിച്ചുവന്നു. ഇത്തവണ ഇരകൾ പാവം നാട്ടുകാരല്ല, ക്രൂരരായ അധിനിവേശക്കാരായിരുന്നു. മേജർ ടോം ഹാരിസൺ എന്ന ബ്രിട്ടീഷ് ഓഫീസർ പാരച്യൂട്ടിൽ കാട്ടിലിറങ്ങി ഈ ഗോത്രങ്ങളെ സംഘടിപ്പിച്ചു. അങ്ങനെ കാട്ടിനുള്ളിൽ ഒരു ഗറില്ലാ യുദ്ധം തുടങ്ങി. സുലോങ് ഈ വാർത്തകൾ രഹസ്യമായി കേട്ടു. നമ്മുടെ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. എന്നെങ്കിലും ഈ ഇരുട്ട് മാറും. അങ്ങനെ 1945 ലോകത്ത് യുദ്ധം അവസാനിക്കാറായി. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണു. സരവാക്കിലും മാറ്റത്തിന്റെ കാറ്റ് വീശിത്തുടങ്ങി. ആകാശത്ത് വീണ്ടും വിമാനങ്ങൾ വന്നു. പക്ഷേ ഇത്തവണ അത് ജപ്പാന്റേതല്ല, ഓസ്ട്രേലിയൻ വിമാനങ്ങളായിരുന്നു. വിമോചനം അതെങ്ങനെയായിരുന്നു? ജപ്പാൻകാരുടെ കീഴടങ്ങലും അതിനുശേഷം സരവാക്കിനെ കാത്തിരുന്ന മറ്റൊരു വലിയ ചതിയും. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. കാരണം യുദ്ധം ജയിച്ചെങ്കിലും സരവാക്കിന് നഷ്ടപ്പെട്ടത് സ്വന്തം വ്യക്തിത്വമായിരുന്നു. വൈറ്റ് രാജാവ് തിരിച്ചുവന്നു. പക്ഷേ അത് രാജ്യം തിരിച്ചുപിടിക്കാനായിരുന്നില്ല, മറിച്ച് അതെന്നേക്കുമായി വിൽക്കാനായിരുന്നു. സരവാക്കിന്റെ കണ്ണീരിന്റെ അവസാന അധ്യായങ്ങൾ ഇനിയാണ്. സുലോങ് ആകാശം നോക്കി നിന്നു. 3.5 വർഷമായി ആ ആകാശത്ത് നിന്ന് മരണം മാത്രമാണ് പെയ്തിരുന്നത്. പക്ഷേ 1945 സെപ്റ്റംബർ 11 ആകാശത്ത് കണ്ടത് പ്രതീക്ഷയുടെ വെള്ളിത്തിളക്കമായിരുന്നു. ഓസ്ട്രേലിയൻ സേനയുടെ യുദ്ധവിമാനങ്ങൾ. അവ താഴ്ന്നു പറന്നു. ജപ്പാൻകാരുടെ ബങ്കറുകൾക്ക് മുകളിൽ ബോംബുകൾ വീണു. പക്ഷേ ഇത്തവണ ആ ശബ്ദം കേട്ട് ജനങ്ങൾ പേടിച്ചില്ല. അവർ ആവേശത്തോടെ പുറത്തിറങ്ങി. കാരണം അത് വിമോചനത്തിന്റെ ശബ്ദമായിരുന്നു. സരവാക്ക് പുഴയിലൂടെ ഓസ്ട്രേലിയൻ 9th ഡിവിഷന്റെ കപ്പലുകൾ ഇരമ്പി വന്നു. കരയിൽ ജപ്പാൻ പട്ടാളം ആകെ തകർന്നിരുന്നു. ആഹാരമില്ലാതെ, മരുന്ന് കിട്ടാതെ, കാട്ടിലെ ഗോത്രങ്ങളുടെ ആക്രമണം ഭയന്ന് അവർ മാനസികമായി തകർന്നു കഴിഞ്ഞിരുന്നു. കുച്ചിങ്ങിലെ ജപ്പാൻ കമാൻഡർ കീഴടങ്ങി. ആ നിമിഷം സുലോങ് ഓടിപ്പോയത് ബാത്തു ലിന്താങ് തടവറയിലേക്കാണ്. അവിടെ അവന്റെ പഴയ ഇംഗ്ലീഷ് ബോസ് ഉണ്ടായിരുന്നു. ഗേറ്റ് തുറന്നപ്പോൾ കണ്ട കാഴ്ച, ദൈവമേ, മനുഷ്യരല്ല, വെറും അസ്ഥികൂടങ്ങൾ. 3.5 വർഷം നരകിച്ചവർ. ഓസ്ട്രേലിയൻ പട്ടാളക്കാർ അവർക്ക് ബിസ്ക്കറ്റും സിഗരറ്റും കൊടുത്തു. പലരും അത് വാങ്ങാൻ പോലും ത്രാണിയില്ലാതെ കരയുകയായിരുന്നു. ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾ ജീവനോടെയുണ്ട്. ജപ്പാൻകാർ പോയി. നാട് വീണ്ടും ശാന്തമായി. ഇനി പഴയതുപോലെ ആകും കാര്യങ്ങളെന്ന് എല്ലാവരും വിചാരിച്ചു. നമ്മുടെ രാജാവ് തിരിച്ചുവരും. പഴയ വൈറ്റ് രാജാവിന്റെ കാലം തിരിച്ചുവരും. ആളുകൾ കൊട്ടാരം വൃത്തിയാക്കി പതാകകൾ തോരണങ്ങളായി തൂക്കി. 1946 ഏപ്രിൽ 15 വൈനർ ബ്രൂക്ക് രാജാവ് തിരിച്ചെത്തി. ജനലക്ഷങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തടിച്ചുകൂടി. രാജാ, വി ലവ് യു എന്ന മുദ്രാവാക്യങ്ങൾ. സുലോങ്ങും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ കപ്പലിൽ നിന്നിറങ്ങിയ രാജാവിനെ കണ്ടപ്പോൾ സുലോങ്ങിന്റെ മനസ്സൊന്നു മടുത്തു. പഴയ ആ ചുറുചുറുക്കുള്ള മനുഷ്യനല്ല ഇത്. മുഖമാകെ വാടിയിരിക്കുന്നു. കണ്ണുകളിൽ വല്ലാത്തൊരു നിസ്സംഗത. യുദ്ധം അദ്ദേഹത്തെയും തളർത്തിയിരിക്കുന്നു. രാജാവ് കൊട്ടാരത്തിൽ കയറി. പക്ഷെ പിറ്റേന്ന് രാവിലെ കേട്ട വാർത്ത സരവാക്കിലെ ജനങ്ങളുടെ തലയിൽ ഇടിത്തീ വീണതുപോലെയായിരുന്നു. സുലോങ് രാവിലെ പത്രം വാങ്ങാൻ ടൗണിൽ പോയതാണ്.
അവിടെ ആളുകൾ കൂട്ടം കൂടി നിന്ന് ബഹളം വയ്ക്കുന്നു. ഇത് സത്യമാണോ? രാജാവ് നമ്മളെ ചതിക്കുമോ? സുലോങ് പത്രം വാങ്ങി നോക്കി. അതിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, സറവാക്ക് ബ്രിട്ടീഷ് രാജാവിന് കൈമാറുന്നു. സെഷൻ ഓഫ് സറവാക്ക് ടു ദ ബ്രിട്ടീഷ് ക്രൗൺ. സുലോങ്ങിനത് വിശ്വസിക്കാനായില്ല. എന്ത്? രാജ്യം വിൽക്കുകയോ? 100 വർഷം തങ്ങളെ മക്കളെപ്പോലെ നോക്കിയ ഞങ്ങളുടെ രാജാവ് എന്ന് സ്നേഹത്തോടെ വിളിച്ച വൈനർ ബ്രൂക്ക് ഈ നാടിനെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് എഴുതിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണമെന്താണെന്നോ? 1. രാജാവിന് വയസ്സായി, അദ്ദേഹത്തിന് ആൺമക്കളില്ല. 2. യുദ്ധത്തിൽ തകർന്ന സറവാക്കിനെ പടുത്തുയർത്താൻ തന്റെ കയ്യിൽ പണമില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്താൽ അവർ പണം മുടക്കി നാട് നന്നാക്കും. 3. ഇതാണ് ആളുകൾ രഹസ്യമായി പറഞ്ഞത്. രാജാവിനും കുടുംബത്തിനും ബ്രിട്ടീഷുകാർ വലിയൊരു തുക നഷ്ടപരിഹാരമായി കൊടുക്കും, ഏകദേശം 10 ലക്ഷം പൗണ്ട്. സുലോങ്ങിന്റെ രക്തം തിളച്ചു. ഞങ്ങൾ കന്നുകാലികളാണോ പണം വാങ്ങി വേറൊരാൾക്ക് വിൽക്കാൻ? അതുവരെ രാജാവിനെ സ്നേഹിച്ച ജനങ്ങൾ പെട്ടെന്ന് 2 തട്ടിലായി. ഒരു കൂട്ടർ പറഞ്ഞു, രാജാവ് ചെയ്യുന്നത് ശരിയായിരിക്കും, ബ്രിട്ടീഷുകാർ വന്നാൽ നമുക്ക് വികസനമുണ്ടാകും. പക്ഷേ ഭൂരിഭാഗവും, പ്രത്യേകിച്ചും മലയികളും ഗോത്രവർഗക്കാരും പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് കോളനി ഭരണം വേണ്ട, ഞങ്ങൾക്ക് സരവാക്ക് മതി. ഇവിടെയാണ് കഥയിലെ നായകൻ മാറുന്നത്. വൈനർ രാജാവിന് ഒരനന്തരവനുണ്ടായിരുന്നു, ആന്റണി ബ്രൂക്ക്, ജനങ്ങളുടെ പ്രിയപ്പെട്ട രാജാമുദ അഥവാ കിരീടാവകാശി. ആന്റണിക്ക് ഈ കച്ചവടം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് വഞ്ചനയാണ്. ജനങ്ങളോട് ചോദിക്കാതെ സറവാക്ക് വിൽക്കാൻ ആർക്കും അവകാശമില്ല. സറവാക്ക് സറവാക്കുകാരുടേതാണ്. ആന്റണി ബ്രൂക്ക് ജനങ്ങളുടെ ഇടയിലേക്കിറങ്ങി. അദ്ദേഹം വിൽപ്പനയ്ക്കെതിരെ പ്രചാരണം തുടങ്ങി. ഇതോടെ സ്വന്തം അമ്മാവനും അനന്തരവനും തമ്മിൽ വലിയ ശത്രുതയായി. വൈനർ ബ്രൂക്ക് ആന്റണിയെ കിരീടാവകാശി സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തു. ഇവനൊരു വിമതനാണ് എന്ന് പ്രഖ്യാപിച്ചു. സുലോങ് ആന്റണിയുടെ കൂടെ നിന്നു. അവർ പോസ്റ്ററുകൾ ഒട്ടിച്ചു, നോ സെഷൻ അഥവാ വിട്ടുകൊടുക്കില്ല. സരവാക്കിന്റെ തെരുവുകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഞങ്ങളുടെ സ്വാതന്ത്ര്യം വിൽക്കരുത്. പക്ഷേ വൈനർ ബ്രൂക്ക് തീരുമാനത്തിൽ ഉറച്ചുനിന്നു. കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സമ്മർദ്ദം അത്രയ്ക്കുണ്ടായിരുന്നു. സറവാക്കിലെ എണ്ണയും വിഭവങ്ങളും അവർക്ക് വേണമായിരുന്നു. ഇതൊരു ജനാധിപത്യപരമായ തീരുമാനമാണെന്ന് വരുത്തി തീർക്കാൻ അവരൊരു നാടകം കളിച്ചു. സറവാക്കിലെ കൗൺസിലിൽ അഥവാ കൗൺസിൽ നെഗ്രി ഒരു വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. ഭൂരിപക്ഷം പേർ സമ്മതിച്ചാൽ മാത്രമേ രാജ്യം കൈമാറൂ. 1946 മെയ് 15 ആ വിധിനിർണായകമായ ദിവസം. കുച്ചിങ്ങിലെ കോടതി കെട്ടിടം. അവിടെ കൗൺസിൽ നെഗ്രി യോഗം ചേരുന്നു. പുറത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ കാത്തുനിൽക്കുന്നു. സുലോങ്ങും ആ വെയിലത്ത് നിൽക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാർ സമ്മതിക്കില്ല, അവർ നോ പറയും, സുലോങ് കൂട്ടുകാരനോട് പറഞ്ഞു. അകത്ത് വോട്ടെടുപ്പ് തുടങ്ങി. ആകെ 37 അംഗങ്ങൾ. അതിൽ സറവാക്കുകാരായ നാട്ടുകാരുമുണ്ട്, രാജാവിന്റെ ഉദ്യോഗസ്ഥരായ വെള്ളക്കാരുമുണ്ട്. ഇതാണിതിലെ ട്വിസ്റ്റ്. സരവാക്കിന്റെ വിധി തീരുമാനിക്കുന്ന വോട്ടെടുപ്പിൽ വെള്ളക്കാരായ ഉദ്യോഗസ്ഥർക്കും വോട്ട് ചെയ്യാം. വോട്ടെണ്ണൽ തുടങ്ങി. ഓരോ വോട്ടും നിർണായകമായിരുന്നു. നാട്ടുകാരായ അംഗങ്ങളിൽ ഭൂരിഭാഗവും എതിർത്ത് അഥവാ എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തു. ഞങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണം വേണ്ട. പക്ഷേ രാജാവിന്റെ ശമ്പളം വാങ്ങുന്ന വെള്ളക്കാരായ ഉദ്യോഗസ്ഥരെല്ലാവരും അനുകൂലമായി വോട്ട് ചെയ്തു. ഫലം വന്നപ്പോൾ ജനം ഞെട്ടിപ്പോയി. അനുകൂലം 19 വോട്ട്, പ്രതികൂലം 16 വോട്ട്. വെറും 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, അതും വെള്ളക്കാരുടെ വോട്ട് മാറ്റിവെച്ചാൽ നാട്ടുകാർ ഭൂരിഭാഗവും എതിർത്ത പ്രമേയം. പുറത്തു വാർത്ത വന്നപ്പോൾ ഒരു നിശബ്ദത പടർന്നു. പിന്നെ ഒരു കൂട്ടക്കരച്ചിൽ. ചതിച്ചു, നമ്മുടെ സ്വന്തം രാജാവ് നമ്മളെ ചതിച്ചു. സുലോങ് അന്ന് കരഞ്ഞത് സങ്കടം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടായിരുന്നു. ജനാധിപത്യത്തിന്റെ പേരിൽ നടന്ന ഏറ്റവും വലിയ നാടകം. ആന്റണി ബ്രൂക്കിനെ സരവാക്കിൽ നിന്ന് നാടുകടത്തി. അദ്ദേഹത്തിന് ഇനി ഇങ്ങോട്ട് വരാൻ അനുവാദമില്ല. 1946 ജൂലൈ 1 കൈമാറ്റ ചടങ്ങ് നടന്നു. കൊട്ടാരത്തിലെ കൊടിമരത്തിൽ നിന്ന് സരവാക്കിന്റെ പഴയ പതാക സാവധാനം താഴേക്കിറക്കി. പകരം ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് ഉയർന്നു. 105 വർഷം നീണ്ടുനിന്ന വൈറ്റ് രാജാക്കന്മാരുടെ ഭരണം അവസാനിച്ചു.
ജെയിംസ് ബ്രൂക്ക് എന്ന സാഹസികൻ കാട് വെട്ടിത്തെളിച്ചുണ്ടാക്കിയ സാമ്രാജ്യം ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് മറഞ്ഞു. ഇനി സരവാക്ക് വെറുമൊരു ബ്രിട്ടീഷ് ക്രൗൺ കോളനി മാത്രം. വൈനർ ബ്രൂക്ക് രാജാവ് കപ്പലിൽ കയറി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. കപ്പൽ ദൂരേക്ക് പോകുമ്പോൾ കരയിൽ നിന്ന് ജനങ്ങൾ കൈവീശിയില്ല. ആരും പാട്ടുപാടിയില്ല. ഒരു ശവസംസ്കാരം കഴിഞ്ഞതുപോലെ എല്ലാവരും തലകുനിച്ച് വീടുകളിലേക്ക് മടങ്ങി. പക്ഷേ സുലോങ് വീട്ടിൽ പോയി അടങ്ങിയിരുന്നില്ല. അവന്റെ ഉള്ളിലൊരു കനലെരിയുന്നുണ്ടായിരുന്നു. സരവാക്കിലെ യുവാക്കൾ, അധ്യാപകർ, സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവരും രഹസ്യമായി യോഗം ചേർന്നു. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഈ കച്ചവടം റദ്ദാക്കണം. ആന്റണി ബ്രൂക്കിനെ തിരിച്ചുകൊണ്ടുവരണം. ആന്റി സെഷൻ മൂവ്മെന്റ് എന്ന പേരിൽ വലിയൊരു പ്രക്ഷോഭം തുടങ്ങി. ഇത്തവണ തോക്കുകൊണ്ടല്ല, പേന കൊണ്ടും മുദ്രാവാക്യം കൊണ്ടുമാണ് യുദ്ധം. 338 സർക്കാർ ഉദ്യോഗസ്ഥർ ഒരേ സമയം രാജിവെച്ചു. റെസിഗ്നേഷൻ ഓഫ് 338 മലേ സിവിൽ സർവൻസ്. ഇത് ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു. സ്കൂളുകൾ അടച്ചു, കടകൾ അടച്ചു. നാടെങ്ങും പോസ്റ്ററുകൾ. ഞങ്ങളെ വിറ്റ കാശ് നിങ്ങൾക്ക് ദഹിക്കില്ല. ബ്രിട്ടീഷുകാർ വിചാരിച്ചത് കുറച്ചുനാൾ കഴിയുമ്പോൾ ഇവർ തണുത്തോളുമെന്നാണ്. പക്ഷേ സറവാക്കുകാരുടെ വാശി അവർക്കറിയില്ലായിരുന്നു. പുതിയതായി വന്ന ബ്രിട്ടീഷ് ഗവർണർ സർ ഡങ്കൻ സ്റ്റുവാർട്ട്, അദ്ദേഹം ഒരു പാവമായിരുന്നു. ലണ്ടനിൽ നിന്ന് ഓർഡർ കിട്ടി വന്ന ഉദ്യോഗസ്ഥൻ. സരവാക്കിലെ ജനങ്ങളുടെ വികാരമെന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ജനങ്ങളെ നേരിട്ട് കണ്ടാൽ അവർക്കെന്നെ ഇഷ്ടമാകും. അങ്ങനെ 1949 അദ്ദേഹം സിബു എന്ന സ്ഥലത്തേക്കൊരു സന്ദർശനം പ്ലാൻ ചെയ്തു. സുലോങ്ങിനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, റോസ്ലി ഡോബി. വെറും 19 വയസ്സുള്ള ഒരു പയ്യൻ, സ്കൂൾ അധ്യാപകൻ. കാണാൻ സാധുവായ, എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ള ഒരു ചെക്കൻ. പക്ഷേ റോസ്ലിയുടെ ഉള്ളിൽ സരവാക്കിനോടുള്ള സ്നേഹം ഒരു അഗ്നിപർവ്വതം പോലെയായിരുന്നു. അവൻ സുലോങ്ങിനോട് പറഞ്ഞു, വാക്കുകൾ കൊണ്ട് കാര്യമില്ല ചേട്ടാ. ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാകുന്ന ഭാഷ ചോരയാണ്. അവർക്കൊരു ഷോക്ക് കൊടുക്കണം. സുലോങ് അവനെ വിലക്കി. വേണ്ട റോസ്ലി, അത് അപകടമാണ്. പക്ഷേ റോസ്ലി കേട്ടില്ല. അവൻ റുക്കൂൺ 13 എന്നൊരു രഹസ്യ സംഘടനയിൽ ചേർന്നു. അവരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ, ഗവർണറെ വകവരുത്തുക, ബ്രിട്ടീഷുകാരെ പേടിപ്പിച്ചോടിക്കുക. 1949 ഡിസംബർ 3, സിബു തുറമുഖം. ഗവർണർ ഡങ്കൻ സ്റ്റുവാർട്ട് കപ്പലിൽ വന്നിറങ്ങി. കുട്ടികൾ പതാക വീശുന്നു, ഗാർഡ് ഓഫ് ഓണർ നടക്കുന്നു. ഗവർണർ ചിരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് നടന്നു. അദ്ദേഹം അറിഞ്ഞില്ല, ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ക്യാമറയും പിടിച്ച് റോസ്ലി ഡോബി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന്. ക്യാമറയുടെ അടിയിൽ മൂർച്ചയേറിയ ഒരു കത്തി, ഡാഗർ, അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. റോസ്ലി മുന്നോട്ട് വന്നു, ഗവർണറുടെ ഫോട്ടോ എടുക്കാനെന്ന വ്യാജേന. അടുത്ത നിമിഷം സരവാക്കിന്റെ ചരിത്രം വീണ്ടും ചോരയിൽ കുതിർന്നു. ആ 19കാരൻ പയ്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രതിനിധിയെ കുത്തിവീഴ്ത്തി. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അന്ത്യവും മറ്റൊരു വലിയ മാറ്റത്തിന്റെ തുടക്കവും ആ കുത്തിലുണ്ടായിരുന്നു. ഈ സംഭവം സരവാക്കിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? റോസ്ലി ഡോബിക്ക് എന്ത് സംഭവിച്ചു? സരവാക്ക് എങ്ങനെയാണ് ഇന്നത്തെ സരവാക്കായത്? വെള്ള രാജാക്കന്മാരുടെ ഈ നീണ്ട കഥ അതിന്റെ ക്ലൈമാക്സിലേക്കെത്തുകയാണ്. പ്രണയവും സാഹസികതയും ചതിയും രക്തസാക്ഷിത്വവും നിറഞ്ഞ ഈ യാത്രയുടെ അവസാന ഭാഗം, അത് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന ഒന്നായിരിക്കും. പക്ഷേ സുലോങ് വീട്ടിൽ പോയി അടങ്ങിയിരുന്നില്ല. അവന്റെ ഉള്ളിലൊരു കനലെരിയുന്നുണ്ടായിരുന്നു. സരവാക്കിലെ യുവാക്കൾ, അധ്യാപകർ, സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവരും രഹസ്യമായി യോഗം ചേർന്നു. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഈ കച്ചവടം റദ്ദാക്കണം. ആന്റണി ബ്രൂക്കിനെ തിരിച്ചുകൊണ്ടുവരണം. ആന്റി സെഷൻ മൂവ്മെന്റ് എന്ന പേരിൽ വലിയൊരു പ്രക്ഷോഭം തുടങ്ങി. ഇത്തവണ തോക്കുകൊണ്ടല്ല, പേന കൊണ്ടും മുദ്രാവാക്യം കൊണ്ടുമാണ് യുദ്ധം. 338 സർക്കാർ ഉദ്യോഗസ്ഥർ ഒരേ സമയം രാജിവെച്ചു. റെസിഗ്നേഷൻ ഓഫ് 338 മലേ സിവിൽ സർവൻസ്. ഇത് ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു. സ്കൂളുകൾ അടച്ചു, കടകൾ അടച്ചു. നാടെങ്ങും പോസ്റ്ററുകൾ. ഞങ്ങളെ വിറ്റ കാശ് നിങ്ങൾക്ക് ദഹിക്കില്ല. ബ്രിട്ടീഷുകാർ വിചാരിച്ചത് കുറച്ചുനാൾ കഴിയുമ്പോൾ ഇവർ തണുത്തോളുമെന്നാണ്. പക്ഷേ സറവാക്കുകാരുടെ വാശി അവർക്കറിയില്ലായിരുന്നു. പുതിയതായി വന്ന ബ്രിട്ടീഷ് ഗവർണർ സർ ഡങ്കൻ സ്റ്റുവാർട്ട്, അദ്ദേഹം ഒരു പാവമായിരുന്നു. ലണ്ടനിൽ നിന്ന് ഓർഡർ കിട്ടി വന്ന ഉദ്യോഗസ്ഥൻ. സരവാക്കിലെ ജനങ്ങളുടെ വികാരമെന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ജനങ്ങളെ നേരിട്ട് കണ്ടാൽ അവർക്കെന്നെ ഇഷ്ടമാകും. അങ്ങനെ 1949 അദ്ദേഹം സിബു എന്ന സ്ഥലത്തേക്കൊരു സന്ദർശനം പ്ലാൻ ചെയ്തു. സുലോങ്ങിനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, റോസ്ലി ഡോബി. വെറും 19 വയസ്സുള്ള ഒരു പയ്യൻ, സ്കൂൾ അധ്യാപകൻ. കാണാൻ സാധുവായ, എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ള ഒരു ചെക്കൻ. പക്ഷേ റോസ്ലിയുടെ ഉള്ളിൽ സരവാക്കിനോടുള്ള സ്നേഹം ഒരു അഗ്നിപർവ്വതം പോലെയായിരുന്നു. അവൻ സുലോങ്ങിനോട് പറഞ്ഞു,
വാക്കുകൾ കൊണ്ട് കാര്യമില്ല ചേട്ടാ. ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാകുന്ന ഭാഷ ചോരയാണ്. അവർക്കൊരു ഷോക്ക് കൊടുക്കണം. സുലോങ് അവനെ വിലക്കി. വേണ്ട റോസ്ലി, അത് അപകടമാണ്. പക്ഷേ റോസ്ലി കേട്ടില്ല. അവൻ റുക്കൂൺ 13 എന്നൊരു രഹസ്യ സംഘടനയിൽ ചേർന്നു. അവരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ: ഗവർണറെ വകവരുത്തുക, ബ്രിട്ടീഷുകാരെ പേടിപ്പിച്ചോടിക്കുക. 1949 ഡിസംബർ 3 സിബു തുറമുഖം. ഗവർണർ ഡങ്കൻ സ്റ്റുവാർട്ട് കപ്പലിൽ വന്നിറങ്ങി. കുട്ടികൾ പതാക വീശുന്നു, ഗാർഡ് ഓഫ് ഓണർ നടക്കുന്നു. ഗവർണർ ചിരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് നടന്നു. അദ്ദേഹം അറിഞ്ഞില്ല ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ക്യാമറയും പിടിച്ച് റോസ്ലി ഡോബി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന്. ക്യാമറയുടെ അടിയിൽ മൂർച്ചയേറിയ ഒരു കത്തി, ഡാഗർ, അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. റോസ്ലി മുന്നോട്ട് വന്നു, ഗവർണറുടെ ഫോട്ടോ എടുക്കാനെന്ന വ്യാജേന. അടുത്ത നിമിഷം സരവാക്കിന്റെ ചരിത്രം വീണ്ടും ചോരയിൽ കുതിർന്നു. ആ 19കാരൻ പയ്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രതിനിധിയെ കുത്തിവീഴ്ത്തി. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അന്ത്യവും മറ്റൊരു വലിയ മാറ്റത്തിന്റെ തുടക്കവും ആ കുത്തിലുണ്ടായിരുന്നു. ഈ സംഭവം സരവാക്കിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? റോസ്ലി ഡോബിക്ക് എന്ത് സംഭവിച്ചു? സരവാക്ക് എങ്ങനെയാണ് ഇന്നത്തെ സരവാക്കായത്? വെള്ള രാജാക്കന്മാരുടെ ഈ നീണ്ട കഥ അതിന്റെ ക്ലൈമാക്സിലേക്കെത്തുകയാണ്. പ്രണയവും സാഹസികതയും ചതിയും രക്തസാക്ഷിത്വവും നിറഞ്ഞ ഈ യാത്രയുടെ അവസാന ഭാഗം, അത് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന ഒന്നായിരിക്കും. ആ നിമിഷം സിബു തുറമുഖത്ത് വെച്ച് 19 വയസ്സുകാരനായ റോസ്ലി ഡോബി ഗവർണർ ഡങ്കൻ സ്റ്റുവർട്ടിന്റെ വയറ്റിലേക്ക് ആ കത്തി കുത്തിയിറക്കിയ നിമിഷം. അതൊരു നിമിഷമായിരുന്നില്ല, സരവാക്കിന്റെ ചരിത്രത്തിലെ വലിയൊരു സ്ഫോടനമായിരുന്നു. വെളുത്ത യൂണിഫോമിൽ ചോര പടർന്നു. ഗവർണർ കുഴഞ്ഞു വീണു. ആൾക്കൂട്ടം സ്തംഭിച്ചുപോയി. പിന്നെ ഒരു പരക്കം പാച്ചിലായിരുന്നു. പോലീസ്, പട്ടാളം, നിലവിളി. സുലോങ് ആ തിരക്കിനിടയിൽ റോസ്ലിയെ നോക്കി. അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. അവൻ അവിടെ തന്നെ നിന്നു, തന്റെ കൃത്യം നിർവഹിച്ച ഒരു പോരാളിയുടെ ശാന്തതയോടെ. പോലീസുകാർ അവനെ വളഞ്ഞു. ലാത്തികൾ അവന്റെ ശരീരത്തിൽ വീണു. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരുതരം സംതൃപ്തിയായിരുന്നു. എന്റെ നാടിനു വേണ്ടി ഞാൻ ചെയ്തു എന്ന ഭാവം. ഗവർണറെ ഉടനെ സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ രക്ഷിക്കാനായില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മരിച്ചു. ഇതോടെ സരവാക്കിലെ അന്തരീക്ഷം മാറിമറിഞ്ഞു. ബ്രിട്ടീഷ് സർക്കാർ പരിക്കേറ്റ സിംഹത്തെപ്പോലെയായി. അവർക്ക് പ്രതികാരം ചെയ്യണമായിരുന്നു. സുലോങ്ങിന്റെ ഗ്രാമത്തിൽ പോലീസ് റെയ്ഡുകൾ നടന്നു. റുക്കൂൺ 13 എന്ന ആ രഹസ്യ സംഘടനയിലെ എല്ലാവരെയും അവർ പിടികൂടി. വിചാരണ പെട്ടെന്നായിരുന്നു. 1950 മാർച്ച് 2. അതൊരു കറുത്ത പ്രഭാതമായിരുന്നു. കുച്ചിങ് ജയിലിനുള്ളിൽ വച്ച് റോസ്ലി ഡോബിയെയും കൂട്ടാളികളെയും തൂക്കിലേറ്റി. സുലോങ് ജയിലിന്റെ മതിൽക്കെട്ടിന് പുറത്ത് കാത്തുനിൽക്കുകയായിരുന്നു. അകത്തുനിന്ന് ഒരു ശബ്ദവും കേട്ടില്ല. പക്ഷേ ആ പ്രഭാതത്തിലെ കാറ്റിന് മരണത്തിന്റെ തണുപ്പുണ്ടായിരുന്നു. തൂക്കിലേറ്റുന്നതിന് തൊട്ടുമുൻപ് റോസ്ലി ഒരു കത്തെഴുതിയിരുന്നു. അതിലവൻ പറഞ്ഞതിത്രമാത്രം: ഞാൻ മരിച്ചാലും എന്റെ മരണം വെറുതെയാവില്ല. സരവാക്ക് എന്നെങ്കിലും സ്വതന്ത്രമാകും. റോസ്ലിയുടെ മരണം ആന്റി സെഷൻ പ്രക്ഷോഭത്തിന്റെ നടുവൊടിച്ചു. ബ്രിട്ടീഷുകാർ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തി. ജനങ്ങൾക്ക് പേടിയായി. ഇനി ആരെങ്കിലും വായ തുറന്നാൽ റോസ്ലിയുടെ ഗതി വരും. നാട് വീണ്ടും നിശബ്ദമായി. ഇവിടെയാണ് ആന്റണി ബ്രൂക്ക്, ആ പുറത്താക്കപ്പെട്ട കിരീടാവകാശി, ഒരു വലിയ തീരുമാനമെടുക്കുന്നത്. ഇംഗ്ലണ്ടിലിരുന്ന് ഈ വാർത്തകൾ അറിഞ്ഞ അദ്ദേഹം തകർന്നുപോയി. എന്റെ പേരിൽ ഇനിയും ചോര വീഴാൻ പാടില്ല. സരവാക്കിൽ സമാധാനം വരണമെങ്കിൽ താൻ തന്റെ അവകാശം ഉപേക്ഷിക്കണം എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു. 1951 ആന്റണി ബ്രൂക്ക് ഒരു സന്ദേശമയച്ചു: ഞാൻ സരവാക്കിന്റെ സിംഹാസനത്തിനുള്ള അവകാശം ഉപേക്ഷിക്കുന്നു. ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണവുമായി സഹകരിക്കുക. ഇനിയൊരു കലാപം വേണ്ട. അതോടെ വൈറ്റ് രാജ എന്ന സ്വപ്നം എന്നേക്കുമായി അവസാനിച്ചു. പിന്നീടുള്ള വർഷങ്ങൾ അത് മാറ്റത്തിൻ്റേതായിരുന്നു. സുലോങ്ങിന്റെ മുടി നരച്ചു തുടങ്ങി. അവൻ കണ്ടു ബ്രിട്ടീഷുകാർ സരാവാക്കിനെ മാറ്റിയെടുക്കുന്നത്. സ്കൂളുകൾ വന്നു, ആശുപത്രികൾ വന്നു. കമ്മ്യൂണിസ്റ്റ് ഭീഷണി കാടുകളിലുണ്ടായെങ്കിലും അതിനെയും പട്ടാളം നേരിട്ടു. പഴയ രാജാക്കന്മാരുടെ കാലത്തെ കുടുംബഭരണം മാറി ഉദ്യോഗസ്ഥരുടെ ഭരണം വന്നു. പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ ആ പഴയ രാജാക്കന്മാരോടുള്ള സ്നേഹം ഒരു കനൽ പോലെ കിടപ്പുണ്ടായിരുന്നു. വർഷം 1963. വീണ്ടും ഒരു ചരിത്രമുഹൂർത്തം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൂര്യൻ അസ്തമിക്കാറായി. അവർ കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു തുടങ്ങി. സരാവാക്കിന് മുന്നിൽ ഒരു ചോദ്യം വന്നു: ഇനി എങ്ങോട്ട്? തനിച്ചു നിൽക്കണോ?
അതോ അയൽക്കാരുമായി ചേരണോ? അങ്ങനെയാണ് മലേഷ്യ എന്ന ആശയം വരുന്നത്. മലയ, സിംഗപ്പൂർ, സരാവാക്, സഭ എന്നിവ ചേർന്ന് ഒരു പുതിയ രാജ്യം. 1963 ജൂലൈ 22 സരാവാക്കിന് ബ്രിട്ടീഷുകാർ സ്വയംഭരണം നൽകി. അന്ന് കുച്ചിങ്ങിലെ മൈതാനത്ത് വെച്ച് ബ്രിട്ടീഷ് യൂണിയൻ ജാക്ക് പതാക താഴ്ത്തി. പകരം സരാവാക്കിന്റെ പഴയ പതാകയല്ല, പുതിയ മലേഷ്യൻ പതാകയുയർന്നു. സുലോങ് ഇപ്പോൾ ഒരു വടിയും കുത്തി ആ കാഴ്ച കാണാൻ അവിടെ ഉണ്ടായിരുന്നു. അവന്റെ മനസ്സിലൂടെ പഴയ കാലം ഒരു സിനിമ പോലെ കടന്നുപോയി. അപ്പൂപ്പൻ അവാങ് കണ്ട ആ റോയലിസ്റ്റ് കപ്പൽ, ജെയിംസ് ബ്രൂക്ക് എന്ന സാഹസികൻ, കടൽ കൊള്ളക്കാരെ തോൽപ്പിച്ച യുദ്ധങ്ങൾ, റെൻടാപ്പിന്റെ കോട്ട, ചാൾസ് ബ്രൂക്കിന്റെ കർക്കശ ഭരണം, വൈനർ ബ്രൂക്കിന്റെ ആഡംബരവും ഒടുവിലത്തെ പടിയിറക്കവും, ജപ്പാൻകാരുടെ ക്രൂരത, റോസ്ലി ഡോബിയുടെ രക്തസാക്ഷിത്വം, എല്ലാം അവസാനിച്ചിരിക്കുന്നു. സരാവാക് ഇപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ ഭാഗമാണ്. ഇനി ഇവിടെ രാജാക്കന്മാരില്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത മന്ത്രിമാരാണ്. ഒരു യുഗം അവസാനിച്ചു സുലോങ്, അവൻ സ്വയം പറഞ്ഞു. ഒരു പുഴ മാത്രം, ഈ പുഴ മാത്രം പഴയതുപോലെ ഒഴുകുന്നു. കാലം പിന്നെയും ഒരുപാട് മുന്നോട്ടു പോയി. ഇന്ന് നിങ്ങൾ സരാവാക്കിലെ കുച്ചിങ്ങിൽ പോയാൽ എന്ത് കാണും? നമ്മുടെ കോട്ടയത്തെ മീനച്ചിലാർ പോലെ ശാന്തമായി ഒഴുകുന്ന സരാവാക് പുഴ. അതിന്റെ കരയിൽ പഴയ പ്രതാപത്തിന്റെ സ്മാരകങ്ങൾ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ദ അസ്താന, ചാൾസ് ബ്രൂക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പണിത ആ വെളുത്ത കൊട്ടാരം. ഇന്നും സരാവാക്കിന്റെ ഗവർണർ താമസിക്കുന്നത് അവിടെയാണ്. ഫോർട്ട് മാർഗരീറ്റ, പുഴയുടെ കാവൽക്കാരനായി നിൽക്കുന്ന കോട്ട. ഇപ്പോൾ അതൊരു മ്യൂസിയമാണ്, ബ്രൂക്ക് ഗാലറി. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാം ജെയിംസ് ബ്രൂക്കിന്റെ വാളുകൾ, പഴയ കത്തുകൾ, രാജകുടുംബത്തിന്റെ ചിത്രങ്ങൾ. പിന്നെ ഓൾഡ് കോർട്ട് ഹൗസ്, പണ്ട് ബ്രൂക്ക് ഗോത്ര തലവന്മാരുമായി ചർച്ച നടത്തിയിരുന്ന സ്ഥലം. ഇന്നവിടെ വിനോദസഞ്ചാരികൾ കാപ്പി കുടിച്ചിരിക്കുന്നു. അവർക്കറിയില്ല, അവരിരിക്കുന്ന ആ വരാന്തകളിൽ ഒരു കാലത്ത് തലവെട്ടുന്ന വീരന്മാരും ലണ്ടനിൽ നിന്ന് വന്ന പ്രഭുക്കന്മാരും ഒന്നിച്ച് സറാവാക്കിന്റെ വിധി തീരുമാനിച്ചിരുന്നു എന്ന്. പക്ഷേ ഇതിലുമൊക്കെ വലുത് വേറെയൊന്നാണ്, സറാവാക്കിന്റെ ജനങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മലേഷ്യയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സറാവാക്കിൽ ഇന്നും വംശീയമായ ലഹളകൾ കുറവാണ്. മലയരും ചൈനക്കാരും ഇബാനും ഡായക്കുമെല്ലാം ഒന്നിച്ചൊരേ കടയിലിരുന്നു ഭക്ഷണം കഴിക്കുന്നു. ക്രിസ്ത്യാനിയും മുസ്ലിമും പരസ്പരം കല്യാണം കഴിക്കുന്നു. ഇതാണ് ജെയിംസ് ബ്രൂക്കിന്റെ യഥാർത്ഥ സ്മാരകം. അദ്ദേഹം ആഗ്രഹിച്ചതിതായിരുന്നു, വ്യത്യസ്തരായ ആളുകളെ ഒന്നിപ്പിക്കുക. ഒരു വിദേശിയായിരുന്നിട്ടും അദ്ദേഹം ആ നാടിന്റെ സംസ്കാരത്തെ നശിപ്പിച്ചില്ല, പകരം അതിനെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് 100 വർഷം കഴിഞ്ഞിട്ടും സറാവാക്കുകാർ ഇന്നും ബ്രൂക്ക് കുടുംബത്തെ സ്നേഹത്തോടെ ഓർക്കുന്നത്. കഥയുടെ അവസാനം നമുക്കൊരു ചെറിയ കാര്യം കൂടി അറിയാനുണ്ട്. നമ്മുടെ അവസാനത്തെ രാജാവ് വൈനർ ബ്രൂക്ക് 1963 ലണ്ടനിൽ വെച്ചു മരിച്ചു. അദ്ദേഹത്തിന്റെ അനന്തരവൻ ആന്റണി ബ്രൂക്ക്, പഴയ വിമതൻ, പിന്നീട് സമാധാനത്തിന്റെ വക്താവായി മാറി. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്താണെന്നോ, ആന്റണി ബ്രൂക്ക് തന്റെ ഒടുവിലത്തെ ആഗ്രഹം പറഞ്ഞിരുന്നു, എന്റെ ചിതാഭസ്മം സറാവാക്കിൽ കൊണ്ടുവരണം, എനിക്ക് ആ മണ്ണിൽ അലിഞ്ഞു ചേരണം. 2013 അദ്ദേഹത്തിന്റെ ചിതാഭസ്മം സറാവാക്കിൽ കൊണ്ടുവന്നു. കുച്ചിങ്ങിലെ പഴയ രാജകുടുംബത്തിന്റെ ശ്മശാനത്തിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. അങ്ങനെ നാടുകടത്തപ്പെട്ട രാജകുമാരൻ ഒടുവിൽ വീട്ടിൽ തിരിച്ചെത്തി. സുലോങ്ങിന്റെ കൊച്ചുമകൻ ഇന്നൊരു ആധുനിക യുവാവാണ്. അവൻ വൈകുന്നേരം കുച്ചിങ് വാട്ടർ ഫ്രണ്ടിൽ നടക്കാൻ പോകും. അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ പുഴ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നുണ്ടാകും. അവൻ അക്കരെ നിൽക്കുന്ന അസ്താനയിലേക്ക് നോക്കും. ചിലപ്പോൾ കോടമഞ്ഞിറങ്ങുന്ന നേരത്ത് പുഴയിലൂടെ ഒരു പഴയ പായക്കപ്പൽ വരുന്നതുപോലെ തോന്നും, റോയലിസ്റ്റ്. അതിന്റെ തട്ടിൽ സറാവാക്കിനെ നോക്കി നിൽക്കുന്ന ഒരു വെള്ളക്കാരൻ, ജെയിംസ് ബ്രൂക്ക്. അതൊരു തോന്നൽ മാത്രമാണ്, പക്ഷെ ചരിത്രം അങ്ങനെയാണ്. അത് മരിക്കില്ല. അത് കാറ്റിലൂടെയും പുഴയിലെ ഓളങ്ങളിലൂടെയും നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയുമാണ് മക്കളെ ദ വൈറ്റ് രാജാസ് ഓഫ് ബോർണിയോ എന്ന ഇതിഹാസം. ഒരു സിനിമാ കഥയെ വെല്ലുന്ന ജീവിതം, സാഹസികതയും പ്രണയവും ചതിയും ത്യാഗവും നിറഞ്ഞ 105 വർഷങ്ങൾ. നമ്മുടെ കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു ദ്വീപിൽ ഒരു ഇംഗ്ലീഷുകാരൻ ഉണ്ടാക്കിയ സാമ്രാജ്യം. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഓർക്കുക, ഓരോ നാടിനും പറയാൻ ഇതുപോലൊരു കഥയുണ്ടാകും. നമ്മുടെ നാടിനുമുണ്ട്. അത് കേൾക്കാൻ കാതോർക്കുക. കാരണം ഇന്നലകളെ അറിയുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത്രയും നേരം ക്ഷമയോടെ ഈ വലിയ കഥ കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ആ സരവാക്ക് പുഴയും ബ്രൂക്ക് രാജാവും റെൻടാപ്പും
റോസ്ലിയുമൊക്കെ ഒരു മായാത്ത ചിത്രമായി നിൽക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശുഭരാത്രി. നല്ല സ്വപ്നങ്ങൾ കാണുക. ചരിത്രം ഉറങ്ങുന്നില്ല, അത് നാളെയും തുടരും. ഈ കഥ പറയാൻ നമ്മൾ ഉപയോഗിച്ച അവാങ്, ബജാങ്, സുലോങ് എന്നീ 3 കഥാപാത്രങ്ങൾ മാത്രമാണ് സാങ്കൽപ്പികം അഥവാ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്. ആ കാലഘട്ടത്തിലെ സാധാരണക്കാരായ മനുഷ്യർ എന്ത് ചിന്തിച്ചിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചേർത്ത കഥാപാത്രങ്ങളാണവർ. എന്നാൽ അവർ കണ്ടതായി വിവരിച്ച യുദ്ധങ്ങളും ദുരന്തങ്ങളും ആഘോഷങ്ങളുമെല്ലാം ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രവും സിനിമാറ്റിക്കുമായ ഒരു അധ്യായമാണിത്.